السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു വചനമാണ് ഞാനിവിടെ ഓതിയത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, ഈ ദിക്റിനെ ഇറക്കിയത് നാം ആണ്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം തന്നെ അതിനെ സംരക്ഷിക്കുന്നവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ദിക്ർ എന്നാണ് പറഞ്ഞത്. ദിക്ർ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദിക്ർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാരൊക്കെ അതിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ പ്രഗത്ഭരായ പലരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇമാം ഇബ്നുൽ മുബാറക്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഒരുപാട് ഹദീസ് അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ചിലർ ഹദീസ് നിർമ്മിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ലതും നല്ലതല്ലാത്തതും ലഈഫായ ഹദീസും സ്വഹീഹായ ഹദീസും എങ്ങനെ വേർതിരിക്കുക എന്ന് ചോദിച്ചു. അതിന് ഇബ്നുൽ മുബാറക് കൊടുത്ത മറുപടി, തഈശു ലഹൽ ജഹാബിദ, ഹദീസിലെ സ്വഹീഹും ലഈഫും ഒക്കെ വേർതിരിക്കാൻ പ്രഗത്ഭർ ജീവിക്കും, അതിന് ഈ ഇടങ്ങാറാവണ്ട എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞതോ ഖുർആനിലെ ഒരു ആയത്താണ്ട് ഓതി കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും ഈ ദിക്റിനെ നാം ആണ് ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന ആയത്ത്. അപ്പൊ ചോദ്യം ആ ഹദീസിനെ പറ്റിയാണ്. ഉത്തരം, പലരും ഈ ദിക്ർ ഖുർആനാണ് പറയലുണ്ട്, അതല്ല. മറിച്ച് ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഖുർആനും ഹദീസും രണ്ടിനെയും അല്ലാഹ് സംരക്ഷിക്കും എന്നാണ് ഇവിടെ ഇമാം ഇബ്നുൽ മുബാറക്കിനെ പോലുള്ള വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമുക്കൊക്കെ സുപരിചിതനായ മുജാഹിദുകൾ ഇഷ്ടം പോലെ കേൾക്കുന്ന ഒരു പേരാണ് ഇബ്നു തൈമിയ എന്ന് പറയും. ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് മുസ്ലിം ലോകം വിളിക്കുന്നത്. അങ്ങനെയുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും പറഞ്ഞു, ഈ ദിക്ർ കൊണ്ട് ഉദ്ദേശം പരിശുദ്ധ ഖുർആനും
തിരു സുന്നത്തുമാണ്. രണ്ടും സംരക്ഷിക്കപ്പെടും ഖിയാമത്ത് നാൾ വരെ. അതുകൊണ്ട് ഖുർആനും ഹദീസും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവും. ഹജ്ജത്തുൽ വദായിൽ അവിടുന്ന് പ്രസംഗിച്ചല്ലോ, 2 കാര്യം വിട്ടുപോവുകയാണ്, രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം വഴി പിഴക്കൂല. അപ്പോൾ 2 കാര്യം ഇവിടെ ഉണ്ടാവും. മുറുകെ പിടിക്കണമെങ്കിൽ ഇവിടെ ഉണ്ടാണല്ലോ ഖിയാമത്ത് നാൾ വരെ. അതുപോലെ ഇന്നഹു മൻ യഅ്ശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ജീവിക്കുന്നവർ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ആ നേരം നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബി സുന്നത്തി, എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം എന്നാണ്. അപ്പോൾ ജനങ്ങൾ വ്യതിചലിച്ചു പോകും. അങ്ങനെ ജനങ്ങൾ വ്യതിചലിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിനുള്ള പരിഹാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുക എന്നാണ്. അപ്പം അങ്ങനെ പിൻപറ്റണമെങ്കിൽ അതിവിടെ നിലനിൽക്കണം. അപ്പോൾ നിലനിൽക്കും എന്ന് വേറൊരു രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാൻ. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത്? അള്ളാഹു ഇറക്കിയ സന്ദേശമാണ് എന്നതുകൊണ്ടാണ്. ഇതും ആകാശത്ത് നിന്ന് ഇറക്കിയതാണ്, റസൂലിൻ്റെ ഹദീസും എന്ന് സൂചിപ്പിക്കാൻ കുറേ തെളിവുകളുണ്ടെങ്കിൽ ഒന്ന് മാത്രവും ഞാനിവിടെ പറയാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണം, ഇന്നന്നാസ യഖൂലൂന, ജനങ്ങൾ പറയുന്നുണ്ട്. എന്ത്? അക്സറ അബൂ ഹുറൈറ കുറച്ച് അധികം പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത്. അപ്പം ചിലർ പരാതി പറയണം, എന്താ അദ്ദേഹത്ര തോനെ പറയണേ? അതിന് മറുപടി അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. വലൗല ആയത്താനി മിൻ കിതാബില്ല, അള്ളാൻ്റെ കിതാബിൽ 2 ആയത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ മാ ഹദ്ദസ്തു ഹദീസ, ഒരൊറ്റ ഹദീസും ഞാൻ പറയുമായിരുന്നില്ല. അപ്പം ഞാൻ ഈ ഹദീസൊക്കെ പറയുന്നത് എന്തിനാ? പേടിച്ചിട്ട് പറയണം. കാരണം ഖുർആനിൽ 2 വചനമുണ്ട്. സൂറത്തുൽ ബഖറയിലെ 2 വചനങ്ങൾ അദ്ദേഹം ഓതുകയാണ്. അതിലൊന്നെങ്ങനെയാണ്? ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതിനെ മറച്ചു വെക്കുന്നവർ, മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ അള്ളാഹ് ഇറക്കിയത് മറച്ചു വെക്കുന്നവർ, വയഷ്തറൂന ബിഹി സമനൻ ഖലീല, എന്നിട്ട് അതുകൊണ്ട് തുച്ഛമായ വിലക്കതിനെ വിൽക്കുന്നവർ, ഉലായിക മാ യഅ്കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, അവരുടെ വയറുകളിൽ അവർ അതുവഴി തിന്നുന്നത് തീ മാത്രമാണ്. വലാ യുകല്ലിമുഹുമുള്ള, അള്ളാഹ് അവരോട് സംസാരിക്കുകയില്ല. യൗമൽ ഖിയാമ, ഖിയാമത്തിൻ്റെ അന്ന്. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. അതാണ് ഒരായത്ത്. മറ്റത് സൂറത്തുൽ ബഖറയിലെ തന്നെ 159-ാമത്തെ ആയത്താണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്, അത് മറച്ചു വെക്കുന്നവർ. വൽ ഹുദ, നേർമാർഗവും. മിൻ ബഅദിമാ ബയ്യന്നാഹു ലിന്നാസ്, ജനങ്ങൾക്ക് നമ്മൾ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം അത് മറച്ചു വെക്കുന്നവർ. ഫിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വേദഗ്രന്ഥത്തിൽ വ്യക്തമായതൊക്കെ ജനങ്ങൾക്കുള്ളതാണ്. എന്തിനാ വേദഗ്രന്ഥത്തിൽ ഇറങ്ങിയത്? അത് ജനങ്ങൾക്ക് കിട്ടാനാണ്. പക്ഷേ ചിലർ അതൊക്കെ മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ മറച്ചു വെക്കുന്നവർക്കെതിരെ വന്ന വചനാണിത്. അങ്ങനെ മറച്ചു വെക്കുന്നവർ ഉലായിക യൽഅനുഹുമുള്ള, അള്ളാഹ് അവരെ ശപിക്കുന്നതാണ്. അള്ളാഹ് അവരെ ശപിക്കും, അള്ളാഹിൻ്റെ ശാപം കിട്ടും. അള്ളാഹ് ഇറക്കിയത് ജനങ്ങൾക്ക് കിട്ടാനുള്ളതാണല്ലോ, അത് ചിലരെന്താ മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ മറച്ചു വെക്കുന്നവരെ അള്ളാഹ് ശപിക്കും, അള്ളാഹു ശപിക്കും. പിന്നെ പറയാം വയൽഅനുഹും അല്ലായിനൂൻ, ശപിക്കുന്നവരൊക്കെ അവരെ ശപിക്കും. കാരണം അവർ മറച്ചു വെച്ചത് കൊണ്ട് പലരും വ്യതിചലിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് വ്യതിചലിച്ച് പോകുന്നവർ നരകത്തിലെത്തുമ്പോൾ അവർ പറയും മറ്റൊരു മറച്ചു വെച്ചിട്ടാണ് കിട്ടാത്തതെന്ന് പറയും. അപ്പോൾ ആ മറച്ചു വെച്ചവരെ എല്ലാവരും ശപിക്കുന്നതായിരിക്കും. ഇതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ റസൂലിൽ നിന്ന് കേട്ടതൊക്കെ പറയുന്നത്? അത് അള്ളാഹ് ഇറക്കിയതാണെന്നാണ് പറയണത്.
അള്ളാഹ് ഇറക്കിയതാണെന്നാണ് പറയണം. അതാ മാ അൻസലല്ലാഹ് എന്നാണ് പറയണം. കാരണം ഹദീസാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ പരാതിക്ക് മറുപടി പറയാം, ഹദീസ് അള്ളാഹ് ഇറക്കിയതാണ്, അത് ഞാൻ മറച്ചു വെച്ചാൽ ശപിക്കുന്നവരൊക്കെ എന്നെ ശപിക്കും, എനിക്ക് വേദനയേറിയ ശിക്ഷ കിട്ടും. ഇതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഹദീസ് ആകാശത്തു നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്ന കാര്യം ഇമാം അബൂ ഹുറൈറ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അപ്പോൾ ഖുർആനും ഹദീസും വഹിയാണ്. അത് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് കൂടി സഹീൽ ബുഖാരിയിലൊക്കെ ഉള്ളൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത്? മുമ്പ് കഴിഞ്ഞു പോയൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാൾ ഒരു പശുവിനെ തെളിച്ചിങ്ങനെ പോവുകയാണ്. അയാൾക്ക് തോന്നി ആ പശുവിൻ്റെ മേലെ ഒന്ന് കയറിയിരിക്കണം എന്ന് തോന്നി, പശുവിൻ്റെ മീതെ ഒന്ന് കയറിയിരിക്കണം എന്ന് തോന്നി. ആ സമയം തോന്നുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. പശുവിൻ്റെ മുകളിൽ കയറി ഇരുന്നു അയാൾ. ആ സമയം പശു അയാളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നാലം നുഖ്ലഖ് ലിഹാദ, ഞങ്ങൾ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. വഇന്നമാ ഖുലിഖ്നാ ലിൽ ഹർസ്, ഞങ്ങൾ കൃഷിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സഹാബികൾ പറയാണ്, സുബ്ഹാനല്ലാഹ്, ബഖറത്തുൻ തതകല്ലം. ഒരത്ഭുതകരമായ കാര്യം കേട്ടപ്പോൾ അവർ തസ്ബീഹ് ചെയ്തതാണ്. എന്നിട്ട് പറഞ്ഞതാണ്, പശു സംസാരിക്കുകയോ? അത് ഇതുവരെ കേൾക്കാത്തൊരു കാര്യമാണല്ലോ പശു സംസാരിക്കുക എന്ന് പറയണത്. എന്താ പത്? അപ്പോൾ ഒരു പുതിയ കാര്യം കേൾക്കുമ്പോൾ നമ്മളും അങ്ങനെ അത്ഭുതപ്പെടും. നമ്മളും കേട്ടിട്ടില്ല പശു സംസാരിക്കുന്നത്. ആരും, എനിക്ക് ഉറപ്പാണ് ഈ ഇരിക്കുന്ന ആൾക്കാർ ആരും പശു സംസാരിക്കുന്നത് എങ്ങനെ മനുഷ്യൻ സംസാരിക്കും പോലെ സംസാരമാണ് ഞാൻ പറയുന്നത്, പശു കരയുന്നതല്ല. ഇത് സഹാബികളും കേട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം, അവരത്ഭുതപ്പെട്ടു. പക്ഷേ ആ അത്ഭുതപ്പെട്ട് തന്നെ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. റസൂല് പറഞ്ഞു, ഇന്നി ഊമിനു ബിഹാദ അന വ അബൂബക്കർ വമാഹുമാ സമ്മ, ഞാൻ ഇതിൽ വിശ്വസിക്കും. റസൂല് പറയാം, ഞാനും അബൂബക്കറും വിശ്വസിക്കും, ഉമറും വിശ്വസിക്കും. അവർ രണ്ടാളും അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളത് റിപ്പോർട്ടർ പറഞ്ഞുതരാണ്. അപ്പം എന്താ സംഗതി? ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിഷയമാണ് ഇപ്പോൾ റസൂൽ പറഞ്ഞത്. കാരണം പശു സംസാരിക്കുന്നത് റസൂലും കേട്ടിട്ടില്ല. പക്ഷേ റസൂലിൻ്റെ ബാധ്യത എന്താ? ഇന്നത്തബിയോ ഇല്ലാമാ യൂഹ ഇലൈന, എനിക്ക് വഹയ്യ് കിട്ടുന്നത് ഞാനിങ്ങനെ പിന്തുടരും. അത് തന്നെ അള്ളാഹു പറഞ്ഞു തരുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കുക. സമീനാ വഅതഅ്നാ എന്ന് പറയാം, കേട്ടു അനുസരിച്ചു. ഇങ്ങനെ തന്നെയാണ് നമ്മളും വേണ്ടത്. അപ്പോൾ അത്ഭുതപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ, പ്രമാണത്തിലൊരു കാര്യം പറയുമ്പോൾ അത്ഭുതപ്പെട്ടിട്ട് അതെന്താ അങ്ങനെ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖിൻ്റെ നിലപാട് സ്വീകരിക്കണം. അതാ റസൂൽ തിരുമേനി പറയണത്. ഇതുപോലെ ഞാനിതാ അള്ളാഹ് എനിക്ക് തന്നു, അങ്ങനെ തന്നെ ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാനിതിൽ വിശ്വസിക്കുന്നു. അബൂബക്കർ സിദ്ദീഖും വിശ്വസിക്കും, ഉമറും അങ്ങനെ തന്നെ. എൻ്റെ നാവിൽ നിന്ന് എന്താണോ വരുന്നത് അതെന്താ അങ്ങനെയെന്നൊന്നും ചോദിക്കൂല, അങ്ങനെ തന്നെ അങ്ങോട്ട് വിശ്വസിക്കും എന്നാ പറഞ്ഞു. ഇതായിരിക്കണം നമ്മുടെ സ്വഭാവം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖിനൊക്കെ സിദ്ദീഖ് എന്നുള്ള പേരിട്ടിയനെ. എന്തിനാ പേരിട്ടിയത്? ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വാർത്ത കേട്ടു. 2 മാസത്തെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രിയുടെ ഏതാനും ചില അംശങ്ങൾ കൊണ്ട് പോയി വന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നൊരു വിഷയമാണ്. അങ്ങനെ ഒരു സംഭവമല്ല. ഇന്നത്തെ മാതിരി വാഹനങ്ങളൊന്നും കണ്ടുപിടിക്കാത്തൊരു കാലമാണ്. അപ്പോൾ രാത്രിയുടെ ഏതാനും ചില ഭാഗങ്ങൾ കൊണ്ട് പോയി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയമാണ്. അതുകൊണ്ട് പലരും അതിനെ എതിർത്തു, പലരും അതിനെ പരിഹസിച്ചു. ചില ആൾക്കാർ മുർത്തദ്ദുകളായി എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്ത് സംസാര റസൂൽ തിരുമേനി സംസാരിക്കുന്നതെന്ന് അവരെ ചിന്ത, എന്ത് രൂപത്തിലുള്ള സംസാരമാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതൊക്കെ പറയേണ്ടതെന്ന്.
ഉണ്ടെങ്കിൽ തന്നെ അത് പറയാൻ പറ്റുമെന്ന് ചില ആൾക്കാർ പറയല്. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് തന്നെ വെക്കുക, എല്ലാം ശരിയും പറയാനുള്ളതാ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ പറയാക്കണം. ഇപ്പോൾ ഇതൊക്കെ പറയാക്കണം. 2 മാസത്തെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇത്ര പെട്ടെന്ന് പോയി വന്നു അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ റസൂലാണ് പറയല. അപ്പോൾ വസ്വാസായി, ചിലർ മുർത്തദ്ദീങ്ങളായി. വേറെ ചിലരിത് വസ്വാസം ഉണ്ടാക്കാൻ പറ്റിയ വിഷയമെന്ന് കണ്ടപ്പോൾ നേരെ അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. എന്നിട്ട് പറഞ്ഞു, കേട്ടില്ലേ എൻ്റെ ആൾ പറഞ്ഞു, എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആളാണ്, ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അവിടെ ചെന്നു. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ്. അപ്പോൾ അവർ പറഞ്ഞെടുത്തു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അത് റസൂൽ തന്നെയാണോ പറഞ്ഞു? അതെ. എന്നാൽ അതല്ല, അതിൻ്റെ അപ്പുറമുള്ളൂ ഞാൻ വിശ്വസിക്കും എന്നാണ്. അതല്ല, അതിൻ്റെ അപ്പുറത്തുള്ളതും റസൂലിൻ്റെ നാവിൽ നിന്ന് വന്നാൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കും എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത്. ഇത് നമ്മൾ തയ്യാറുണ്ടോ എന്നാണ് മുസ്ലിം ലോകത്തോട് ഇവരൊക്കെ ചോദിക്കുന്നത്. ഇവിടെ സാലിം സാഹിബ് പറഞ്ഞില്ലേ സ്വർഗത്തിൻ്റെ കാര്യം, ആ സ്വർഗത്തിലെത്തണം എന്നുള്ള പൂതിയല്ലോ നമ്മളൊക്കെ. അതിലുള്ള മാർഗ പറയണേ. എന്താണ് ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും അത് ചോദ്യം ചെയ്യാതെ സമീന വതന എന്ന് പറയാൻ തയ്യാറുള്ളവരുണ്ടോ? അവർക്ക് രക്ഷയുള്ളൂ. അപ്പം അതിനെതിരെ ചിന്തിക്കേണ്ട. ഏത് ഖുർആൻ അല്ല, എതിരല്ല. ഖുർആൻ ഹദീസ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്നും ചിന്തിക്കണ്ട എന്നാണോ അവർ പറയണത്? അങ്ങനെയൊന്നുമല്ല. അതിനെപ്പറ്റി വലിയ പണ്ഡിതന്മാർ പറഞ്ഞ സംസാരങ്ങളുണ്ട്. ഒരൊറ്റ പണ്ഡിതൻ്റെ വാചകം ഞാൻ പറയണം. എന്താണത്? വകുല്ലു ശൈഇൻ ഫിൽ ഖുർആൻ തദുന്നു ഫീഹി തനാഖുൽ. ഖുർആനിൽ വൈരുദ്ധ്യം എന്ന നിലക്ക് നിനക്ക് എന്തെങ്കിലും ഒന്ന് തോന്നുന്നുവെങ്കിൽ ഫീമാ യബ്ദുലക, നിന്റെ തോന്നലാണ്, ഒരിക്കലും ഖുർആനിൽ വൈരുദ്ധ്യമല്ല. ഖുർആൻ ഓതിയിട്ട് ഒരാൾക്ക് വൈരുദ്ധ്യം ഉണ്ടെന്ന് തോന്നിയാൽ എന്താ അതിനർത്ഥം എന്നറിയോ? ഒന്നും ചിന്തിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കണം. കാരണം എന്താ ഖുർആൻ പറഞ്ഞത്? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഈ ഖുർആനിൽ അല്ല ഇതിറക്കിയതെങ്കിൽ ഈ ഖുർആനിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അവർ കാണുമായിരുന്നു. പക്ഷെ ഒറ്റ വൈരുദ്ധ്യമില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഈ ഖുർആനിലെ ചില ആയത്തുകൾക്കിടയിൽ പ്രശ്നമുണ്ട്, വൈരുദ്ധ്യമുണ്ടെന്ന് ഒരാൾക്ക് തോന്നിയാൽ അവൻ ചിന്തിക്കാത്തവനാണെന്നാണ് ഖുർആൻ പറയണം. തുടക്കത്തിൽ അഫല യതദബ്ബറൂനൽ ഖുർആൻ എന്നല്ല, ഖുർആനെ പറ്റി അവർ ചിന്തിക്കുന്നില്ലേ എന്നല്ലേ പറയണം. അപ്പോൾ ഖുർആനെ പറ്റി ചിന്തിച്ചാൽ അവനതിൽ വൈരുദ്ധ്യമില്ല എന്ന് തോന്നും. ഇതന്നെ പ്രമാണത്തെ പറ്റിയൊക്കെ പറയാനുള്ളത്. അങ്ങനെ ഒരു വൈരുദ്ധ്യം തോന്നിയാൽ ഫതദബ്ബറുഹു, നീ എന്ത് ചെയ്യണം? അതിനെപ്പറ്റി ചിന്തിക്കണം. ഫൈലം യതബയ്യലക, അങ്ങനെ ചിലപ്പോൾ നിനക്കങ്ങനെ ചിന്തിച്ചിട്ടാണ് ബോധ്യമായില്ല എന്ന് വെക്കുക. എന്നാൽ ഖുർആനെതിരെ സംസാരിക്കല, ഹദീസിനെതിരെ സംസാരിക്കല അല്ല. ആ നേരം ഫഅലൈക ബിതരീഖിർ റാസിഖീന ഫിൽ ഇൽം, ഈ ഇൽമിൽ അടിയുറച്ചവരുണ്ട്, മഹാപണ്ഡിതന്മാർ, നല്ലവർ, ഭക്തിയുള്ളവർ, മോമിനീങ്ങൾ. അവരുടെ മാർഗം നീ സ്വീകരിക്കൽ അനിവാര്യമാണ്. എന്താണ് അവരുടെ മാർഗം? യഖൂലൂന, ഖുർആൻ അവരെ പറ്റി പറഞ്ഞു, ആമന്നാ ബിഹി, അവർ പറയും ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലും മിൻ ഇൻദി റബ്ബിന, എല്ലാം ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതിനെ എതിർക്കുകയില്ല ഞങ്ങൾ. അപ്പം ചിലത് ചിന്തിച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെയും ചിന്തിക്കാം, വീണ്ടും ആലോചിക്കാം. അങ്ങനെ ആലോചിക്കണം. ഖുർആനും ഹദീസൊക്കെ പഠിക്കാനുള്ളത് നമ്മൾ ആലോചിച്ച് ചിന്തിക്കാനുള്ള പഠിക്കണം ശരിക്കും. മാത്രമല്ല അങ്ങനെ ആലോചിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറ്റം കിട്ടും. പരിശുദ്ധ ഖുർആൻ പറയാം, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ, അവർ പറഞ്ഞു ഞങ്ങൾ കേൾക്കുകയും ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഞങ്ങൾ നരകത്തിൻ്റെ ആൾക്കാരുടെ ഗണത്തിൽ പെട്ടുപോകുമായിരുന്നില്ല. അപ്പോൾ എന്താ നരകത്തിലാകാൻ കാരണം? ചിന്തിക്കാത്തത്. ഖുർആനെപ്പറ്റി ഹദീസിനെപ്പറ്റി ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, പഠിക്കുന്നില്ല. വലഖദ് ദറഅനാ ലി ജഹന്നം, നരകത്തിന് വേണ്ടി കുറേ ജിന്നുകളെ, വല്ലിൻസ്, മനുഷ്യരെയും നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ലഹും ഖുലൂബ്, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അവർക്ക് ചെവികളുണ്ട്, അതുകൊണ്ട് കേൾക്കേണ്ടതവർ കേൾക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, കാണേണ്ടതവർ കാണുന്നില്ല. ഉലായിക കല്ലന്നാം, അവർ നാൽക്കാലികളെപ്പോലെയാണ്.
ബൽഹും അവൽ അതിനേക്കാൾ വഴിപിഴച്ചവർ എന്നാ പറഞ്ഞു. അപ്പോൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ കൂടി പഠിക്കുക. അപ്പം നമുക്ക് ഈമാൻ വർദ്ധിക്കും. എന്നാലും പഠിച്ചിട്ടും ചിലത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല എന്ന് വെക്കുക. അപ്പം എന്ത് ചെയ്യണം? വീണ്ടും ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ചോദിച്ച് പഠിക്കുക. എതിർക്കാൻ പോണ്ട, നരകത്ത് പോണ വഴിയാണ് എതിർക്കുക എന്ന് പറയണം. അപ്പോൾ ഒന്നുകിൽ ഒറ്റയ്ക്ക് പഠിക്കുക. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം, ചോദിച്ച് പഠിച്ചതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ആദ്യത്തെ ഒരു സഹാബിക്ക് റസൂല് പറഞ്ഞൊരു കാര്യത്തെപ്പറ്റി വസ്വാസായി, ആശയക്കുഴപ്പം. എന്താണ് അങ്ങനെയെന്ന് ചിലത് കേൾക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷേ എന്ത് ചെയ്യണം? ആ സഹാബി പഠിപ്പിച്ചു തരികയാണ് നമുക്ക്. അതിനെതിരെ മറ്റുള്ളവരോട് പറഞ്ഞ് വസ്വാസം ഉണ്ടാക്കാൻ പോകലല്ല. പിന്നെ എന്ത് ചെയ്യും? ഉഹുദ് യുദ്ധത്തിൽ ഒരാൾ ധീരമായി പോരാടുകയാണ്. ഖസ്മാൻ എന്നാണ് അയാളെ പേര്. ഒരുപാട് ആൾക്കാരെ അദ്ദേഹം കൊന്നു എന്നാണ് പറയുന്നത്. ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ അയാൾ ഒറ്റയ്ക്ക് നേരിട്ട് കൊന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ സഹാബികൾ പറഞ്ഞു, ഉഹുദ് യുദ്ധം ഖസ്മാൻ കൊണ്ടുപോയി എന്ന് വല്ലാതെ തിളങ്ങിയിട്ടുണ്ട്. ഇത് റസൂലിൻ്റെ മുമ്പിലും സഹാബികൾ പറഞ്ഞു, ഇന്ന് ഖസ്മാൻ വളരെയേറെ പോരാടിയ ദിവസമാണ്. അദ്ദേഹം ഇന്ന് കുറേ ആൾക്കാരെ വധിച്ചിട്ടുണ്ട്, ശത്രുക്കളെ. അദ്ദേഹം ഉഹുദ് യുദ്ധം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. റസൂല് കേട്ടപ്പോൾ പറഞ്ഞു, അയാൾ നരകത്തിലാണ് എന്ന്. ഇസ്ലാമിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളെ പറ്റി റസൂല് പറഞ്ഞ വസ്വാസാവും ചിലർക്ക്. അയാൾ നരകത്തിലാണ് എന്ന് പറഞ്ഞു. പക്ഷേ റസൂലിൻ്റെ നാവിലൂടെയാണ് വന്ന് അതിനെ എതിർക്കൂല അവർ. അങ്ങനെ തന്നെ. എന്നാലും അതിനെപ്പറ്റി ഒന്ന് ഈമാൻ കൊള്ളണമല്ലോ, ഒന്നും കൂടി പഠിക്കുക. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ സഹാബി റസൂല് നരകത്തിലാണെന്ന് പറഞ്ഞ ആ വ്യക്തി അറിയാതെ അയാളെ പിന്നാലെ എങ്ങനെ പോയി, അയാൾ കാണാതെ. അങ്ങനെ ഈ ഖസ്മാൻ എന്ന മനുഷ്യൻ ആരുമില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് ഭൂമിയിൽ നാട്ടിവെച്ച് അതിൽ വീണ് ആത്മഹത്യ ചെയ്തു. തൻ്റെ ശരീരത്തിന് ഏറ്റവും മുറിവ് സഹിക്കാൻ കഴിയാതെ. അപ്പം ആ മനുഷ്യൻ മുസ്ലിങ്ങളോടുള്ള ഇസ്ലാമിൻ്റെ താല്പര്യം കൊണ്ടായിരുന്നല്ലോ യുദ്ധം ചെയ്തിരുന്നത് എന്ന് പിന്നെ മനസ്സിലായിട്ടുണ്ട്. ഒരു തരം വാശിക്ക് വേണ്ടി യുദ്ധം ചെയ്തതാ. അയാൾ തന്നെ മുമ്പ് വേറെ ആൾക്കാരോട് പറഞ്ഞിരുന്നു, അബുഷിറിയ ഖസ്മാൻ, ഖസ്മാനെ സന്തോഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്ത് സന്തോഷം, എന്ത് സന്തോഷം, ഞാൻ ഇസ്ലാമിന് വേണ്ടിയൊന്നുമില്ല, എനിക്ക് ആ മക്കയിലുള്ള ആൾക്കാരുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്നാണ് പറഞ്ഞത്. ദേഷ്യം തീർക്കാൻ വന്നതാണ്. അപ്പോൾ ഈ സഹാബി ഇത് കണ്ട് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. അങ്ങനെ അയാൾ ഓടി വരികയാണ് റസൂലിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അശ്ഹദു അന്നക റസൂലുള്ളാ, അള്ളാഹിൻ്റെ ദൂതരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ വസ്വാസം ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി സ്വന്തം പഠിച്ചു, ഈമാൻ വർദ്ധിച്ചു. പഠിക്കുക, കുറച്ച് കാത്തുനിന്നൊക്കെ ശരിയാവും. അതല്ലെങ്കിലോ സ്വന്തം പഠിക്കാൻ നേരല്ലെങ്കിൽ ചോദിക്കാം, ആൾക്കാരോട്, വിവരമുള്ള ആൾക്കാരോട് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് പഠിച്ച വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്തെന്നറിയോ? സൂറത്ത് ബഖറയിലെ ഒടുക്കത്തെ 3 വചനങ്ങളുണ്ടല്ലോ. ലില്ലാഹി മാഫി സമാവാതി വമാഫിൽ അർദ് വഇൻ തുബ്ദു മാഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ലാ എന്ന് തുടങ്ങുന്ന വചനം. ഇതറിഞ്ഞപ്പോൾ സഹാബികൾ ഭയങ്കര പ്രയാസമായി. സഹാബത്തിന് വല്ലാത്ത മനസ്സിന് പ്രയാസം. അവർ റസൂലിൻ്റെ അടുത്ത് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണവർ, യാ റസൂലല്ലാ, റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, സുമ്മ ജസൗ അല റുഖബ്, അവർ നബിയുടെ മുമ്പിൽ മുട്ടുകുത്തി ഇങ്ങനെ ഇരുന്നു. ഏത്? അവരുടെ മനപ്രയാസം റസൂൽ തിരുമേനിനെ അറിയിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, കുല്ലിഫ്നാ മിനൽ അഅമാൽ മാ നുതീഖ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ അമലുകൾ അള്ളാഹ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏതുപോലെ അസ്വല, നമസ്കാരം, അത് ഞങ്ങൾ ചെയ്യാൻ പറ്റും, നിർബന്ധമാക്കി ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. വസിയാം, നോമ്പെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ എടുക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വൽ ജിഹാദ്, ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ചെയ്യുന്നുണ്ട്. വസ്വദഖ, സ്വദഖ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ വഖദ് അൻസല അലൈക ഹാദിഹിൽ ആയ വലാ നുതീഖുഹ, എന്നാൽ താങ്കളുടെ മേൽ അള്ളാഹ് ഇങ്ങനത്തെ ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് കഴിയില്ല. എന്താ കഴിയാത്തത്? എന്താണ് ഇവിടെ പറഞ്ഞത്? വൈൻ തുബുദു മാഫി അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നതും പരസ്യപ്പെടുത്തുന്നതും ഔ തുഖ്ഫൂഹു. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് അതിലുള്ളിൽ നമ്മൾ ഗോപ്യമായി വെക്കുന്നതുണ്ട്, അതുപോലെ പരസ്യമാക്കുന്നതുണ്ട്. അതൊക്കെ യുഹാസിബുക്കും ബിഹില്ല, അള്ളാഹ് നിങ്ങളെ വിചാരണ ചെയ്യും.
അപ്പോൾ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വേണ്ടാത്തൊരു വിചാരമൊക്കെ വരുമല്ലോ. അതൊക്കെ വിചാരണ ചെയ്യുമെങ്കിൽ എന്തെങ്കിലും ഒരു വിചാരം മോശമായത് ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകാതിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയാത്തൊരു കാര്യമാണ് ഇതിൽ വന്നിട്ടുള്ളത്. നേരെ മറിച്ച് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. ചിലതൊക്കെ മനസ്സിലൂടെ കടന്നു പോകും, ചിലപ്പം വേണ്ടാത്ത ചിന്തയൊക്കെ അത് ചെയ്തിട്ടില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് ചിലതുണ്ടാവും. അതിനും എന്തുണ്ട്? വിചാരണ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് സഹിക്കൂല എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് കഴിയില്ല ചെയ്യാൻ. അപ്പോൾ റസൂലിൻ്റെ മറുപടി എന്തെന്നറിയോ? റസൂലും പഠിപ്പിക്കപ്പെട്ട എന്താ? ഖുർആനിലും ഹദീസിലും എന്ത് വന്നോ അത് ചോദ്യം ചെയ്യാൻ സമീന വത്തന എന്ന് പറയണം എന്നാണ്. അതുകൊണ്ട് റസൂൽ ഇവരുടെ ഈ മറുപടി ഇഷ്ടപ്പെട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അവർ ചോദിക്കുകയാണ്, റസൂൽ അവരോട് ചോദിച്ചു, തുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് അന്തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈൻ, അഹ്ലു കിതാബുകൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞതുപോലെ നിങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുകയാണോ? എന്താ അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് സമീന, ഞങ്ങൾ കേട്ടു, അസൈന, ഞങ്ങൾ ധിക്കരിച്ചു എന്നാ. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കൂല. ഇതാണ് ആര് പറഞ്ഞത്? അഹ്ലു കിതാബ്. ഇതുപോലെ നിങ്ങളും ആവുക, ഇതാണ് ചോദ്യം. ബൽ, എന്നാൽ നിങ്ങൾ പറയേണ്ടത് അങ്ങനെയല്ല. ഖൂലു സമീന വഅതൈന, ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഉഫ്രാനക റബ്ബന, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഇങ്ങനെയാണ് പറയേണ്ടതെന്ന്. ഈ നേരം ആ കൗമ്, അതാണ് നിയമം, അങ്ങനെ തന്നെ സമീന വഅതൈന എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് പറഞ്ഞു. അവരങ്ങനെ നിലകൊള്ളുകയാണ്. ആ നേരം അവർക്ക് സമ്മാനമായിട്ടാണ് അടുത്ത ആയത്തുകൾ ഇറങ്ങുന്നത് എന്ന്. നിങ്ങളിതിൻ്റെ അടുത്തൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ട് ഈ സംഭവത്തിൻ്റെ ശേഷം പറയാണ്, അപ്പോൾ അള്ളാഹു ഈ ഖൗമിന്, അവർ നല്ല ലൈലിലാണ് ഇപ്പം. എന്തുണ്ട് ഖുർആനിൽ, എന്തുണ്ട് ഹദീസിൽ, അത് സമീന വഅതൈന എന്നവർ പറഞ്ഞല്ലോ. അവർ കൂടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിഷയം വന്നപ്പോഴും ഒരിക്കലും ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിഷയമാണത്. കാരണം മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ചിലപ്പോൾ ചിന്ത വരും. അതിനും വിചാരണ, ചെയ്തിട്ടില്ലെങ്കിലും വിചാരണ. പക്ഷേ അവർ റസൂല് പറഞ്ഞു, റസൂല് ചൂടായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അഹ്ലു കിതാബ് പറയണ മാതിരി ഞങ്ങൾ കേട്ടു, അനുസരണക്കേട് കാണിച്ചു എന്ന് പറയാം എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നാ സമീന വഅതൈന, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. അപ്പോഴാണ് ശേഷം ആയത്തിറങ്ങുന്നത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു നഫ്സിനും അല്ലാഹ് അതിൻ്റെ കഴിവിൽപ്പെടാത്തത് നിർബന്ധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിചാരങ്ങൾക്ക് ശിക്ഷ കിട്ടൂല പ്രവർത്തിച്ചാലല്ലാതെ. പിന്നെ പറയുന്നതോ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, നല്ലവരുടെ പ്രാർത്ഥനയെപ്പറ്റി പറയാണ്. ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങളെ പിടികൂടരുത്, ഞങ്ങൾ മറന്നുപോയി വല്ല തെറ്റും ചെയ്താൽ അല്ലെങ്കിൽ അബദ്ധം പറ്റിയാൽ എന്ന് നമ്മൾ ഓതുമ്പോൾ അല്ലാഹ് പറയും, നാം അതെ, ഞാൻ പിടികൂടൂല, നിങ്ങളെ പിടികൂടൂല, അബദ്ധത്തിൽ വന്നതിനും പിടികൂടൂല, അലോ മറന്നുപോയതിനും. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിനാ, ഞങ്ങളുടെ മുമ്പുള്ള ആൾക്കാർക്ക് നീ ഭാരം ഏൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ മേൽ അങ്ങനത്തെ ഭാരമുണ്ടാക്കല്ലേ അള്ളാഹുവേ എന്ന് പറഞ്ഞപ്പം അല്ലാഹ് പറയാൻ, നാം അതെ, നിങ്ങളുടെ മേൽ ഭാരമില്ല. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ തഖത ലനാ ബി, ഞങ്ങൾ കഴിയാത്തത് ഞങ്ങളുടെ മേൽ നീ വഹിപ്പിക്കരുതേ നാഥ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അതേ എന്ന് പറഞ്ഞു. അവർക്ക് ഈമാൻ വർദ്ധിച്ചു എന്നാണ് പറയണം. ഈമാൻ വർദ്ധിച്ചു. ഇവർക്ക് എന്താ അവരുടെ സ്വഭാവം? ഖുർആനിനെതിരെ, ഹദീസുകൾക്കെതിരെ ചിന്തിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്തതാണ്. കാരണം അത് അള്ളാഹ് ഇറക്കിയതാണ്. നമ്മുടെ നേതാക്കളുടെ വാക്കിന് പോലും നമ്മൾ എത്ര പവിത്രത കൊടുക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള കാര്യമല്ലത്. ഇത് ആകാശത്തിറക്കപ്പെട്ട സന്ദേശങ്ങളാണ്. അതുകൊണ്ട് അതിനെതിരെ ചിന്തിക്കുകയും അതിനെതിരെ ജനങ്ങൾക്ക് ഇടയിൽ വസ്വാസം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ഉള്ളവർ ഒരുപാട് ഇന്ന് സമൂഹത്തിലുണ്ട്. അതിൽ നിന്ന് മാറി നിന്നാലേ രക്ഷ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 72 കക്ഷികളിൽ ഏതെങ്കിലും ഒന്നിലങ്ങോട്ട് ഉൾപ്പെടും. പേടിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഈമാൻ കിട്ടുക, നന്നായി ഹൃദയത്തിൽ ഭക്തി നിറയാനുള്ള മാർഗ്ഗമാണ് ഖുർആൻ്റെ ഹദീസിൻ്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുക. ഭയങ്കര ഇഷ്ടപ്പെടും പടം, കുടുങ്ങിയിട്ടല്ല, നന്നായി ഇഷ്ടപ്പെടണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കേട്ടില്ല നിങ്ങൾ? 3 കാര്യം ഒരാളിലുണ്ടെങ്കിൽ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാൻ്റെ മാധുര്യം അനുഭവിച്ചു എന്നാണ്. 3 കാര്യമുണ്ട്. അല്ലാത്തവർക്കൊന്നും ഈ മാധുര്യം കിട്ടിയില്ല
ഈമാൻ മനസ്സിൽ നിറഞ്ഞവരാരാ? ഒന്ന് അള്ളാഹു, അവൻ്റെ ദൂതൻ, ഈ ലോകത്ത് വേറെന്തൊക്കെ ഉണ്ട് അതിനേക്കാൾ അവന് ഇഷ്ടമാവുക. അള്ളാഹിനെ ഇഷ്ടമാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കലാം ഇഷ്ടമാകുക എന്നാണ്. റസൂലിനെ ഇഷ്ടപ്പെടുക എന്നാൽ റസൂലിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. റസൂല് പറഞ്ഞതിനെ വെറുക്കല അല്ലല്ലോ, മറിച്ച് റസൂല് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവണം. എൻ്റെ പിതാക്കൾ പറയുന്നതിനേക്കാൾ, എൻ്റെ നേതാക്കൾ പറയുന്നതിനേക്കാൾ, വേറെ ആരൊക്കെ ഉണ്ടോ ഈ ലോകത്ത് അവരൊക്കെ പറയുന്നതിനേക്കാൾ റസൂലിൻ്റെ വാക്കുകൾ എനിക്ക് ഇഷ്ടമാവണം. എങ്കിൽ നമുക്ക് ഈമാൻ്റെ മാധുര്യം ലഭിച്ചു എന്നാണ്. ഈ മാധുര്യം കിട്ടിയത് കൊണ്ടാണ് പൂർവികരൊന്നും എന്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ട് ഈ ദീനിൽ നിന്ന് പുറത്തു പോകാത്തത്. അവരെന്തെല്ലാം ഈ ദീനിനു വേണ്ടി സഹിച്ചു. കാരണം അവരുടെ മനസ്സ് ഈമാൻ്റെ മാധുര്യം കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ ഇന്നത്തെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ഒരു ഉദാഹരണം പറയാൻ പോവാണ്. പ്രമാണങ്ങളോട് നേരെ ഇന്നത്തെ ചിലർ, ആ കൂട്ടത്തിൽ പലരുമുണ്ട്, മുജാഹിദുകൾ എന്ന നിലക്ക് അറിയപ്പെടുന്നവരും ഉണ്ട്. ഇതവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, മാറണം. നമ്മുടെ പരലോകം നമുക്ക് കിട്ടണമല്ലോ, സ്വർഗം കിട്ടണം. അതിന് പ്രമാണങ്ങൾ കേൾക്കുമ്പോൾ അതിനെതിരെ മോശമായ സമീപനം സ്വീകരിക്കാൻ പാടില്ല. അപ്പം ഞാനൊരു ചില സഹോദരന്മാർ വീടുകൾ കയറി ഇറങ്ങി സൗജന്യമായി വിതരണം ചെയ്ത ഒരു CD-യിലുള്ള ഒരു കാര്യം ഞാൻ പറയണം. അപ്പോൾ വലിയൊരു പ്രധാനപ്പെട്ട അവരോടൊരു സന്ദേശം എന്ന നിലക്ക് അവർ ആ കാസറ്റ് എല്ലാ വീട്ടിലും സൗജന്യമായി വിതരണം ചെയ്ത്, അങ്ങനെ എനിക്കും കിട്ടിയ കാസറ്റ്. അതിലുള്ള ഒരു വിഷയം എന്താണെന്നറിയാം, നിങ്ങൾ ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ് എടുക്കുക. പെട്ടെന്ന് ജനങ്ങൾക്ക് ഒന്ന് കേട്ടാൽ അത്ഭുതം തോന്നുന്ന വിഷയം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പഠിക്കണം എന്ന് പറഞ്ഞു, അല്ലേ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഈ പണിയൊന്നും ചെയ്യാതെ പ്രമാണത്തിൽ നിന്നൊരു കാര്യം കേൾക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുകയും അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് അതൊരാദർശമാക്കി മാറ്റിയ ഒരു വിഭാഗം അവരുടെ കേസറ്റിനെ പറ്റിയാണ് പറഞ്ഞു. എന്താണെന്നറിയാം നിങ്ങൾ, വലിയൊരു കാര്യം. പിന്നെ അതിൻ്റെ താഴിലൊക്കെ പിന്നെ അങ്ങനെ പറഞ്ഞു. അതായത് സിഹിറിനെ പറ്റിയാണ്. ഏത്? റസൂൽ തിരുമേനിക്ക് സിഹിർ പറ്റിയ സംഭവം. അതാണ് നമ്മൾ കേട്ടത്. അതിലെന്താ പറയുന്നത്? 8-9 കാരണങ്ങൾ പറഞ്ഞിട്ട് ആ ഹദീസ് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയണം. കാരണങ്ങൾ കണ്ടെത്തി സ്വീകരിക്കാതിരിക്കാൻ 9 കാരണം. ഞാൻ ചിലത് ഇങ്ങനെ പറഞ്ഞുതരാം ഞങ്ങൾക്ക്. ഇത് ഈ അരീക്കോട് ഒന്നും അവർ പ്രസംഗിച്ചിട്ടുണ്ടാവും, പല നാടുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ബോധ്യമാ, കേട്ടത് ഇങ്ങനെ ഓർമ്മയാവും. ഒന്നെന്താണെന്നറിയോ? റസൂലിന് സിഹിർ ബാധിച്ചു എന്ന ഹദീസ് ഞങ്ങൾ അംഗീകരിക്കില്ല, അത് അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് ആ ഹദീസിനെ അംഗീകരിക്കുന്നവർ മുസ്ലിങ്ങൾക്കിടയിൽ അന്ധവിശ്വാസം പരത്തുന്നവരാണ്. അത് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയാനുള്ള കാരണം ഒന്നെന്താ? അത് ഖുർആനെതിരാണ്. അതാ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞെന്താണെന്നറിയോ? അത് മുൽത്തരിബാണ്, വൈരുദ്ധ്യമുണ്ട്. ഓർമ്മ വരുന്നുണ്ടാവും ചിലർക്ക്. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ റിപ്പോർട്ടർ മുദല്ലിസാണ് എന്ന് പറഞ്ഞു. മുദല്ലിസ് എന്താണെന്ന് ഇപ്പോൾ ചെറിയ വാചകത്തിൽ പറഞ്ഞുതരും, ഒക്കെ മനസ്സിലാവും നിങ്ങൾക്ക്. മനസ്സിലാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറേ അറിയണവർ ഇവിടെ ഉണ്ട്, എന്നാലും ചിലർ എന്താ ഈ മുദല്ലിസ് എന്നൊന്നും പറഞ്ഞ് ഇടങ്ങാറാണ്ട് ഒക്കെ പറഞ്ഞുതരും. വേറെ ചിലരെന്താ വേറെ അതിനെപ്പറ്റി പറഞ്ഞ അടുത്ത പരാതി, ലബീദ് ബിൻ ആസം എന്ന വ്യക്തി ചരിത്രത്തിൽ ജീവിച്ചിരിപ്പില്ല. റസൂലിന് സിഹിർ ചെയ്ത് ലബീദ് ബിൻ ആസം എന്ന ആളാണ്. അങ്ങനെ ഒരാൾ തന്നെ ജീവിച്ചിരിപ്പില്ല, പിന്നെ എങ്ങനെ സിഹിർ ചെയ്യുക? ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ എന്നാ പിന്നെ ഹദീസ് ശരിയില്ല കേട്ടോ എന്നല്ല വിചാരിക്കുക. പിന്നെ പറഞ്ഞതോ, സിഹിർ ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ ഒരു കിണറ്റിലാണ് കൊണ്ടുപോയിട്ടത്. ദർവാൻ കിണർ എന്ന് പറയും. ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണറേ ഇല്ല. അതാണ് അടുത്ത പോയിന്റ്. പിന്നെയോ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നോക്കുമ്പോൾ ഇമാം ബുഖാരി കുറേ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 7 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളല്ലാത്തവരെല്ലാം കൂഫക്കാരാണ്. കൂഫക്കാർ ഷിയാക്കളോട് ചായ്വുള്ളവരാണ്. അതുകൊണ്ടും ഹദീസിന് പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ പറയാം, പ്രമാണത്തെ എങ്ങനെ നോക്കിക്കാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. എന്നാൽ ഇന്ന് ആൾക്കാർക്ക് വ്യതിയാനം സംഭവിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒറ്റ ഉദാഹരണം, പിന്നെ വേറുള്ളതാണ്, ഖിയാസാക്കിയാൽ മതി. അതുകൊണ്ട് ഇനി നിങ്ങൾ കേട്ടോളി. ആദ്യം പറഞ്ഞ വിഷയമുണ്ടല്ലോ, ഇത് ഖുർആനെതിരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, നമുക്ക് പ്രമാണങ്ങൾ മനസ്സിലാക്കാനൊരു രീതിയുണ്ട്, ഒരു രീതി.
നമ്മളിപ്പോൾ ഒരുത്തൻ നീച്ചു വന്നിട്ട് ആ ഖുർആനെതിരാണ്, ഇത് മറ്റേ ഹദീസിനെതിരാന്നൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഇത് അങ്ങനെ ആരാ പറഞ്ഞത് നമ്മൾ ചോദിക്കും. റസൂലിന് സിഹ്ർ ബാധിച്ചു എന്ന ഹദീസ് പരിശുദ്ധ ഖുർആനെതിരാണെന്ന് സഹാബികൾ പറഞ്ഞുവോ എന്ന് നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ താബീങ്ങളിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ താബീങ്ങളിൽ പെട്ട ആരെങ്കിലും പറഞ്ഞുവോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. കാരണം അവരെന്തായാലും നമ്മളെക്കാളും മുന്തിയോലാണല്ലോ. അതുപോലെ തഖ്ലീദയിലല്ല, മറിച്ച് നമ്മൾ ആശയക്കുഴക്കമാകുമ്പോൾ ശരി ഏതാന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെക്കാൾ വലിയ ആൾക്കാരെന്താ പറഞ്ഞതെന്ന് നോക്കും. അങ്ങനെയാണ്. അങ്ങനെ ഒരു മാർഗമുണ്ട് നമുക്ക്. വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. ആരെങ്കിലും റസൂലിനോട് എതിര് നിന്നു, വ്യക്തമായി ഹുദ വ്യക്തമായതിന് ശേഷം, എന്നിട്ട് വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്തൊരു മാർഗമാണ് സ്വീകരിച്ചത് നോക്കുക. അപ്പം മുഅ്മിനീങ്ങൾക്കൊരു മാർഗമുണ്ട് ഇവിടെ എല്ലാറ്റിനും. അതുകൊണ്ട് ലോകത്തുള്ള സലഫികൾ മുഴുവനും ഇങ്ങനെ ഇന്ന് വരെ ഇത് ഖുർആൻ എതിരാണെന്ന് പറഞ്ഞിട്ടില്ല. ഓൽക്കൊരു മാർഗമുണ്ട്. ഇന്ന് ജീവിക്കുന്ന ഒരുത്തൻ എഴുന്നേറ്റ് വന്നിട്ട് ആ ഹദീസ് ഖുർആൻ എതിരാണ്, അത് ഞങ്ങൾ തള്ളും എന്ന് പറഞ്ഞാൽ ഓനോട് നമുക്ക് പോയി പണിയൊക്കാൻ പറയല്ലാതെ അതിന് നമ്മൾ വളരണം. മനസ്സിലായോ? അതിന് നമ്മൾ ഉഷാറാവണം. പിന്നെയോ ഇത് ഖുർആൻ എതിരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരിക്ക് മനസ്സിലായില്ലേ ഇത് ഖുർആൻ എതിരാണെന്ന്? ഇമാം മുസ്ലിമിന് മനസ്സിലായില്ലേ ഇത് ഖുർആൻ എതിരാണെന്ന്? അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നസായി റിപ്പോർട്ട് ചെയ്ത്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത്, അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങൾ കുറേ മുസ്നദുകൾ, അതുപോലെ മാജിമുകൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വകുപ്പുണ്ട്. അതിലൊക്കെ ഈ ഹദീസുണ്ട്. അതുപോലെ തഫ്സീറുകളിലുണ്ട്. ഇബ്നു ജരീർ തൊബരി കൊടുത്തിട്ടുണ്ട്, ഇബ്നു കസീറിലുണ്ട്. അങ്ങനെ തുടങ്ങി സലഫി തഫ്സീറുകളിൽ മുഴുവനുണ്ട്. ഇവർക്ക് ആർക്കും മനസ്സിലായില്ലേ ഇത് ഖുർആൻ എതിരാണെന്ന്? ഇപ്പോൾ ജീവിക്കുന്ന ഒരാൾ വന്നിട്ട് പറയാണ് ബുഖാരിൻ്റെ ഹദീസായാലും പ്രശ്നമല്ല, മുസ്ലിമായാലും പ്രശ്നമല്ല, അത് ഖുർആനെതിരാണ്, ഞങ്ങൾ തള്ളും എന്ന്. അങ്ങനെ തള്ളിയത് അന്ധവിശ്വാസമാക്കി മാറ്റി. അങ്ങനെയൊക്കെ മാറ്റിയാൽ എന്തൊരു അപകടം എന്ന് പറയുന്നത്. നരകത്തിൻ്റെ പണിയെടുക്കേണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഈ നോയിക്ക് വന്നിട്ട് ഇവർ ആയത്തോതി ഏതായത്തിനാണ് എതിര്? ഇൻ തത്തബിയൂന ഇല്ലാ റജുലൻ മസ്ഹൂറ. സത്യനിഷേധികൾ, അക്രമികൾ പറയുന്ന വാക്കുണ്ട്. എന്താണത്? നിങ്ങൾ സിഹ്ർ ബാധിച്ചൊരു മനുഷ്യനെ മാത്രമാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് റസൂലിന് സിഹ്ർ പറ്റി എന്നത് ശത്രുക്കളുടെ വാക്കാണ്. അതുകൊണ്ട് നമ്മളും റസൂലിന് സിഹ്ർ പറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ പിന്നാലെ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളും അക്രമികളാവും, നമ്മളും കാഫറുകളാവും എന്നാണ് ഇവർ പറയണം. അതിനാണ് ലോകത്ത് സലഫികൾ ഇത് എന്തിനാ മറുപടി എങ്ങനെയാണ് കൊടുത്ത് നോക്കണം എന്ന് പറയുന്നത്. നമുക്കൊരു വിഷയം ആശയക്കുഴപ്പമായാൽ ഒന്നുകിൽ വിവരമുള്ള ആൾക്കാരോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മളെക്കാൾ മുന്തിയ ആൾക്കാർ ലോകത്ത് ഒരുപാട് കഴിഞ്ഞു പോയി, അവരെങ്ങനെ വ്യാഖ്യാനം കൊടുത്തു എന്നൊക്കെ നോക്കണം എന്ന് പറയണത്, പഠിക്കണം എന്നുള്ളത്. അവരാരും ഇത് ഖുർആൻ എതിരാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ആയത്തിൽ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ മസ്ഹൂർ എന്ന് പറഞ്ഞാൽ മജ്നൂൻ എന്ന അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. റസൂലിന് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന അതും, എന്നാൽ ഈ ആയത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവിടെ റസൂലിൻ്റെ ബുദ്ധിക്കത് ബാധിച്ചിട്ടില്ല, നബിയുടെ തബ്ലീഗിനെ ബാധിച്ചിട്ടില്ല, വഹീനെ ബാധിച്ചിട്ടില്ല. മനസ്സിലായോ? കുറച്ച് കാലം നബിക്കൊരു അസ്വസ്ഥത ഉണ്ടായൊരു രോഗം എന്ന നിലക്കാണ്. വേറുള്ള രോഗങ്ങളെ പോലെ മറ്റുള്ള രോഗങ്ങൾ റസൂലുണ്ടാവാമല്ലോ. റസൂലിന് ഉഹുദ് യുദ്ധത്തിൽ പരിക്ക് പറ്റി, അതുപോലെ പല അപകടങ്ങളും പറ്റിയിട്ടുണ്ട്, വാഹനപ്പുറത്ത് വീണിട്ടുണ്ട്, മുറിവ് പറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ളൊരു രോഗം മാത്രമാണത്. അങ്ങനെ അമ്പിയാക്കൾക്കുണ്ടാവാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഒരു രോഗത്തിൽപ്പെട്ട രോഗം എന്ന നിലക്ക് അതിനെ വിശദീകരിച്ചു. ഇനി രണ്ടാമത്തെ മറുപടി ഇന്ന് ശത്രുക്കൾ പറയാണ്, നിങ്ങൾ സിഹ്ർ ബാധിച്ചൊരു മനുഷ്യനെയാണ് പിന്തുടരുന്നത് എന്ന് ശത്രുക്കൾ പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മളും നബിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞ് ഓല് പറയുന്നത് സമാവൂലേ? ഓല് പറയുന്നത് സത്യപ്പെടുത്തലാവൂലേ എന്ന ചോദ്യത്തിന് സത്യപ്പെടുത്തിയ എന്താ കുഴപ്പമെന്നാണ് പണ്ഡിതന്മാർ പറയണത്. ഓല് പറയണ മുഴുവൻ നോണയാന്ന് പറയാൻ നമ്മളെ ഏൽപ്പിച്ചണോ? അവർ പറയാം സിഹ്ർ ബാധിച്ച ഒരാളെ നിങ്ങൾ പിന്തുടരുന്നു പറഞ്ഞാൽ അതെ അങ്ങനെ തന്നെ. റസൂലിന് മദീനയിൽ കുറച്ചു കാലം സിഹ്ർ ബാധിച്ചിട്ടുണ്ട്. അത് ഓല് പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വരാൻ പോണത്? ഓല് പറഞ്ഞൊക്കെ നോണയെന്നറിയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അവർ പറയുന്നുണ്ട് ആദ്യം റജുൽ എന്നാണ് പറഞ്ഞത്, നിങ്ങൾ പിന്തുടരുന്നൊരു മനുഷ്യനെയാണ്. അതവർക്ക് വലിയ പ്രശ്നം. മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. എന്താ ഒരു മലക്കാവാത്തതെന്നാണ് പറയണത്. അപ്പം എന്താണ് ഒരു മനുഷ്യൻ? ഇത് അവരുടെ ഒരു പരാതിയാണ്. അതുകൊണ്ട് നമ്മളത് അവർ പറഞ്ഞ് ശരിയാവാതിരിക്കാൻ നബി ഒരു മനുഷ്യനല്ല എന്ന് പറയണം നമ്മൾ. ഒരു പറയാം എന്താ ഈ നബി ഒരു മനുഷ്യനാണല്ലോ, അപ്പോൾ എന്നാൽ നബി മനുഷ്യനല്ല എന്നറിയാല. ഒരു പറയണം മുഴുവൻ എതിർക്കല. പിന്നെ അടുത്തതോ മാലിഹാദർ റസൂൽ, റസൂലിന് എന്ത് പറ്റി അവരെ പരാതിയാണ്. ഏക്കുലുത്തോം, ഈ നബി എന്താ ഭക്ഷണം കഴിക്കണമെന്ന് ശത്രുക്കളുടെ പരാതിയാണ്. അപ്പോൾ അത് ശരിയാവാൻ പറ്റില്ല. അതുകൊണ്ട് നബി ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന് നമ്മൾ പറയണം.
ഒരു പറഞ്ഞ മുഴുവൻ നോണയെന്ന് പറയല. അതുപോലെ എം ഷീഫിൽ അസ്വാഖ്, ഈ റസൂൽ ഇത് അങ്ങാടിയിലൂടെ നടക്കുന്നു, അതുകൊണ്ട് ശത്രുക്കളുടെ പരാതിയാണിത്, അതുകൊണ്ട് ഓല് പറയുന്നത് ശരിപ്പെടുത്താൻ പറ്റൂല, അതുകൊണ്ട് നബി അങ്ങാടിക്ക് തന്നെ പോയിട്ടില്ല, വീട്ടിലിരിക്കലായിരുന്നു എന്നാ പറയണ്ട് വെറുതെ ശരിപ്പെടുത്താൻ. ഇതുപോലെ ഓല് റസൂലിനെ പറ്റി എന്തെല്ലാം പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പറഞ്ഞു പാവങ്ങളാണ് റസൂലിനെ പിൻപറ്റുന്നത്, അതുകൊണ്ട് ഞങ്ങളെന്ന് ഓലടിയിരുന്നാൽ ശരിയാവില്ല, ഓലെ കാട്ടി വിടണം. അപ്പോൾ നമ്മൾ പറയണം അവരെ വാദമാണ്, അതുകൊണ്ട് നബിൻ്റെ കൂടെ ആദ്യം പാവങ്ങളല്ല കേട്ടോ വിശ്വസിച്ച്, അത് കാഫിരീങ്ങളെ വാദമാണ്. അപ്പോൾ നമ്മളും കാഫറുകളാവും ആ വാദം പറഞ്ഞാന്നാ പറയൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആര് ശരി പറഞ്ഞോ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങളറിയില്ല. രാത്രി കടന്നുറക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതുന്ന ആൾക്കാർ നമ്മളൊക്കെ ആരാ പഠിപ്പിച്ചത്? സാക്ഷാൽ ഇബ്ലീസ് പഠിപ്പിച്ച അല്ലേ? സ്വഹീൽ ബുഖാരിയിലുള്ളതാ. എന്താ സംഗതി? സക്കാത്തുൽ ഫിത്ർ അത് നോക്കാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ശൈത്താൻ വന്നിട്ട് അതിങ്ങനെ എടുക്കുക, മനുഷ്യൻ്റെ കോലത്തിൽ കോലം മാറി വരിക. പിടിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പാവപ്പെട്ട ആളാണ്, കഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ പാവം തോന്നി വിട്ടു. അങ്ങനെ 3 ദിവസം ആവർത്തിച്ചു. റസൂൽ ചോദിച്ചു ഇന്നലെ വന്ന ആൾ എന്തേ പറഞ്ഞ്? അയാൾ പറഞ്ഞു അവസാനം 3-ാം ദിവസം പറഞ്ഞു രാത്രി കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താൻ വരൂല എന്നാണ്. അപ്പോൾ റസൂലിൻ്റെ മറുപടി എന്താ പറയുക? സ്വദഖക വഹുവ കദൂബ്, അവൻ പെരുങ്കള്ളനാണെങ്കിലും അപ്പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് നമ്മളും ആയത്തുൽ കുർസി ഓതണം. പഠിപ്പിച്ചത് ആരാ നോക്കണ്ട, അപ്പറഞ്ഞത് ശരിയാണെന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ ആരാ ഹക്കാര് പറഞ്ഞു? നമ്മളാൾക്കാർ അസത്യം പറഞ്ഞാൽ നമ്മളാൾക്കാരെന്നുള്ളത് കൊണ്ട് നമ്മൾ സ്വീകരിക്കാൻ പാടുണ്ടോ? പാടില്ല. നമ്മളാൾക്കാരല്ലാത്തവർ സത്യം പറഞ്ഞാൽ അത് ഓൻ പറഞ്ഞാൽ പറഞ്ഞ് തള്ളല, അതൊന്നും പറ്റൂല. ഇനി നിങ്ങൾ നോക്കിക്കോ, ഈ ഹദീസിനെ പറ്റി മുൾതരിബ് എന്ന് പറഞ്ഞ വൈരുദ്ധ്യമുണ്ടത്ര ഈ ഹദീസിൽ. ഏത്? റസൂൽ സീർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസിൽ വൈരുദ്ധ്യമുണ്ട് എന്നാ പറയുന്നത്. എന്നിട്ട് ആ വൈരുദ്ധ്യം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന വാചകം എന്താണെന്നറിയോ? എന്താ വാചകം? അതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന വാചകം, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സിഹർ ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാതെ ഇട്ട് മൂടുകയാണ് ചെയ്തത്. എന്നാൽ വേറെ ഹദീസിൽ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് വൈരുദ്ധ്യമുണ്ട്. ഒന്നിൽ പുറത്തെടുത്തു എന്ന് പറയുന്നുണ്ട്, വേറൊന്നിൽ പുറത്തെടുക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അത് വൈരുദ്ധ്യമാണ്. ഇതാ ഞാൻ പറയുന്നത്. ഖുർആനിലും ഹദീസിലും പരസ്പര വൈരുദ്ധ്യം എന്ന് തോന്നുന്ന ആൾക്കാരെ പറ്റി ഉടനെ ഫതദബ്ബറു, നീ ഒന്ന് ആലോചിക്കണം. ഒറ്റയടിക്ക് പറയരുത് നമ്മൾ വൈരുദ്ധ്യം തീരുമാനിക്കണ്ട. അത് കൂട്ടിയോജിപ്പിച്ച പണ്ഡിതന്മാരുണ്ടോ അല്ലെങ്കിൽ വിവരമുള്ള ആൾക്കാരോട് ചോദിക്കണം. അതുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പറയാം. മുമ്പുള്ള ആൾക്കാർ അതിനെപ്പറ്റി വൈരുദ്ധ്യം എല്ലാം പറയും, അവർക്ക് വൈരുദ്ധ്യ പ്രശ്നമല്ല. അതുകൊണ്ടാണ് പിന്നെ ചില ബിദ്അത്തിന്റെ കക്ഷികൾ വന്നിട്ട് വൈരുദ്ധ്യം പറഞ്ഞപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം മറുപടി കൊടുത്തു. അതിന് വൈരുദ്ധ്യമില്ല, ഹദീസ് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. ഒന്നെന്താ? പുറത്തെടുക്കണ്ട, കുഴിച്ചു മൂടാൻ വേണ്ടി പറഞ്ഞ വിഷയം എന്താ? പുറത്തെടുക്കണ്ട പറഞ്ഞ വിഷയം എന്താ? ഒന്നെന്താ? അതിലെടുത്ത് പുറത്തെടുത്ത് നോക്കിയെന്നാ, അത് ശരിയാണ്. അപ്പം എന്താ? മുടിണ്ട്, അതിൽ ചീർപ്പുണ്ട്, അതിൽ ഈത്തപ്പനൻ്റെ കൂമ്പാളുണ്ട്, ഇതിലൊക്കെയാണ് സിഹർ ചെയ്തത്. അത് പുറത്തെടുത്ത് നോക്കി അതിലൊന്ന് വേർപ്പെടുത്തിയെടുത്തി. അപ്പോൾ റസൂൽ സിനിമേൻ്റെ പ്രശ്നം അവസാനിച്ചു എന്നാണ് പറയണം. പിന്നെ അതിലിട്ട് കുഴിച്ചു മൂടാനാ പറഞ്ഞത്. പിന്നെ ഇത് താങ്കൾ പുറത്തെടുക്കുകയല്ലേ എന്ന് ആയിഷ ബി ചോദിച്ചപ്പോൾ വേണ്ട, ജനങ്ങൾക്കിടയിൽ ഫിത്ന പിന്നെന്താണ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പം എന്താ അത്? വിലക്കിയ പുറത്തെടുക്കൽ എന്താ? കുഴിച്ചു മൂടിയത് എന്താ? പുറത്തെടുക്കൽ വിലക്കിയെന്തെന്നറിയോ? ഈ സിഹർ ചെയ്തവനെ കണ്ടെത്തുകയും അവനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്ന വിഷയം. അതാണ് റസൂൽ പുറത്തെടുക്കേണ്ട, ആ പ്രശ്നം ഇനി വേണ്ട. എന്താ കാരണം? നബിക്കെതിരെ ആരെങ്കിലും ചെയ്താൽ അതിന് പ്രതികാരം ചെയ്യാറില്ല, അതൊരു പ്രശ്നം. മറ്റൊരു കാര്യം എന്താണെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ കാണുകയും അങ്ങനെ മുസ്ലിങ്ങളിൽ ലബീദിന് ആസമിനെതിരെ തിരിയുകയും അങ്ങനെ ആ ലബീദിൻ്റെ ആൾക്കാർ ഇങ്ങനെ തിരികുകയും ചെയ്തിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അതാണ് ജനങ്ങൾക്കിടയിൽ പ്രശ്നമാക്കി പുറത്തേക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞത്. അപ്പം ഹദീസ് തന്നെ മനസ്സിലാക്കാനുള്ള ക്ഷമ കാണിക്കാതെ ഒറ്റയടിക്ക് ആരോ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുക ചെയ്ത്. ഈ വൈരുദ്ധ്യം പറയൽ എങ്ങനെയാണെന്ന് നിങ്ങൾ ഒരിക്കലും ജമ്പ് ചെയ്യാൻ പറ്റൂലെങ്കിലാണ് വൈരുദ്ധ്യം ഉണ്ട് എന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഏതാ പിന്നെ കൂടുതൽ പ്രബലമായി സ്വീകരിക്കലാണ്, ഒന്ന് തള്ളലൊക്കെയാണ്. ഒന്നായിട്ടാണ് തള്ളലല്ല. അപ്പം ഇവിടെ മുൽത്തരിബ് എന്നുള്ള പ്രശ്നം ആരും പറഞ്ഞിട്ടില്ല. ഇനിയോ അടുത്ത കാര്യം ഏതാ? 3-ാമത്തെ വിഷയം ഒക്കെ ചുരുക്കി പറയാം. അതിൽ മുദല്ലിസായ ഒരു റാവിയുണ്ട്, ഹിഷാം മുദല്ലിസാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ പിതാവിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്ന് പറയുന്ന ആൾ. അങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ചില പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ ഇദ്ദേഹം മുദല്ലിസാണെന്ന് പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ലേ? അദ്ദേഹം ബാപ്പ ഉറുവയിൽ നിന്ന് കേൾക്കാത്തത് ചിലത് കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്ന് ഏതോ ഒരുത്തം പറഞ്ഞു. ഒരു റിപ്പോർട്ടറെ പറ്റി ഒരാൾ രണ്ടഭിപ്രായം പറഞ്ഞാൽ ഏതാ സ്വീകരിക്കേണ്ടതെന്നൊക്കെ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ വലിയ വിഷയമാണ് അതൊക്കെ. അതൊന്നും നോക്കാതെ ഏതോ ഒരുത്തം ഒരാളെ പറ്റി പറഞ്ഞു. എന്തെങ്കിലും ഒരു കുറ്റം പറയാത്തൊരു ലോകത്തുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു ഭാഗം ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞതൊന്നും ആരും നോക്കാതെ എവിടെയോ ഒരു കുറ്റം നോക്കി നടക്കുക. എന്നിട്ട് അതെടുത്ത് പറയുക, ആ പേരും പറഞ്ഞ് ഹദീസിനെ തള്ളുക. എന്നാൽ യഥാർത്ഥത്തിൽ ഹിഷാമിനെ പറ്റി എല്ലാ ആൾക്കാരും അദ്ദേഹം സിഖത്താണ്, അദ്ദേഹം പ്രമാണയോഗ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകരിക്കണം, ഈ വിഷയത്തിൽ ഇമാമാണ് എന്നൊക്കെ പറഞ്ഞവരാ. അവസാനം വയസ്സായ കാലത്ത് അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് വന്നു. അന്ന് ചില പ്രശ്നം ഉണ്ടായി. ചിലപ്പോൾ ഓർമ്മക്കുറവ് വരുമ്പോൾ ചിലതുണ്ടാവുമല്ലോ. അതാ പറഞ്ഞത്, ഇമാം ബുഖാരിയൊക്കെ ആ ഓർമ്മക്കുറവ് വരുന്നതിന് മുമ്പാണ് റിപ്പോർട്ട് ചെയ്തത്. അതൊക്കെ ഓരോ റിപ്പോർട്ടർമാരും ചരിത്രം എടുത്താൽ കാണാൻ കഴിയും. ഇന്ന ആൾക്ക് ഇന്ന വയസ്സിൽ ബോധക്കുറവ് കുറച്ച് വന്നു, ചിലർക്ക് ചെന്നി വന്നിട്ടുണ്ടാവും, ഇന്ന വയസ്സിൽ ചെന്നി വന്നു, അതിന് ശേഷം മുമ്പ് ഹദീസ് എടുക്കില്ല, അങ്ങനെ കണക്കാം. ഇതങ്ങനെ ചെന്നിയൊന്നുമല്ല കേട്ടോ, കുറച്ച് ഓർമ്മക്കുറവ് വന്നു, അതിന് ശേഷമല്ല, അതിന് മുമ്പാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത്. മാത്രവുമല്ല ഹിഷാം മുദല്ലിസ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾക്ക്. ഇത് പിന്നെ നമ്മുടെ പണ്ഡിതന്മാർ ഉസൂൽ ഹദീസിലൊക്കെ എഴുതി വെച്ചല്ലോ, ഒന്ന് കേൾക്കുന്നതിനൊരു വിരോധമൊന്നുമില്ല, ഒന്ന് കേട്ടോളി. മുദല്ലിസുകൾ 5 തട്ടാണ്. മുദല്ലിസുകൾ 5 ദറജ, അതിൽ 1, 2, 3 ഹദീസൊക്കെ സ്വീകരിക്കുന്ന. അപ്പം പിന്നെ ഒന്നാമത്തിൽ യാതൊരു തർക്കമില്ലല്ലോ. ഒന്നാമത്തൊക്കെ വെറുതെ മുദല്ലിസ് എന്നൊരു വെറും ഒരു ഭാഷാ പ്രയോഗമൊന്നുമില്ല, അല്ലാതെ തെദിലിസിൻ്റെ കുഴപ്പമുള്ളത് കൊണ്ടല്ല എന്ന്. അതിൽപ്പെട്ട ആളാണ് ഹിഷാം. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും പഠിക്കാതെ ഹിഷാം മുദല്ലിസ എന്നാണ് ഒറ്റ തള്ളൽ. മാത്രവുമല്ല, ഒന്നാം ഘട്ടത്തിൽ ആരൊക്കെയുള്ള ഇമാം മാലിക് ഒന്നാം ഘട്ടത്തിൽ മുദല്ലിസ് എന്ന നിലക്ക് വിശേഷിപ്പിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസ് തള്ള ഇമാം മാലിക്കിൻ്റെ 31 തള്ളണ്ടേ. മദ്ഹബിയിലെ 4 മദ്ഹബി ഇമാമികളുടെ കൂട്ടത്തിൽ ഒരു ഇമാമാണ് മാലിക്. പിന്നെ ഇമാം ദാറഖുത്നി ഒന്നാമത്തെ ഗണത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടവരാണ്. തീർന്നില്ല, ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഈ ഒന്നാമത്തെ ഗണത്തിലാണ്. അതിലാണ് ഹിഷാം ഉള്ളത്. എങ്ങനെ ഉണ്ടാവും ഹദീസ് തള്ളിയാൽ? ഹദീസ് തന്നെ പിന്നെ പ്രമാണമല്ല എന്നട് വരും. ഇതൊന്നും അറിയാതെ അന്ധവിശ്വാസം വരുത്തുക എന്ന് പറഞ്ഞിട്ട് ആ ഹദീസ് ഞങ്ങൾ അംഗീകരിക്കില്ല, അതിൽ ഹിഷാം എന്നുള്ള ആളുണ്ട്, മൂപ്പര് മുദല്ലിസ്. ആരെയും ഞങ്ങളോട് പറഞ്ഞേ? ഹദീസിനെതിരെ വരുന്ന പോലെ കോലപ്പം ഞാൻ ഈ പറയുന്നത്. ഇനി നോയിക്കോ, ആസം ലബീദ് ബിൻ ആസം എന്നൊരാൾ ചരിത്രത്തിലില്ല എന്നാ പറയണത്. ആരെയും പറഞ്ഞ ചരിത്രത്തിലില്ല? എന്താ ചരിത്രം എന്നറിയണത്? കൃത്യമായ ചരിത്രം ഏതാ? ഖുർആനും ഹദീസും കൃത്യമായ ചരിത്രം എന്നറിയണത് അല്ലേ? അതാണ് കുറ്റമറ്റ സന്നിധിയിലൂടെ വന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ തകർക്കാൻ വരുന്ന ഓറിയന്റലിസ്റ്റുകൾ പോലും സമ്മതിച്ചൊരു കാര്യം, ലിയഫ്തഖിർ അൽ മുസ്ലിമൂന ബി ഉസൂലി ഹദീസിഹിം, മുസ്ലിങ്ങൾ അവരുടെ ഹദീസ് നിദാന ശാസ്ത്രം കൊണ്ട് അഭിമാനിക്കട്ടെ. അതിന് സമാനമായ ഒരു ശാസ്ത്രശാഖ വേറൊന്നില്ല ചരിത്രത്തിലെ കല്ലും നെല്ലും വേർതിരിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഉസൂൽ ഹദീസ് കുറ്റമറ്റ പരമ്പരയിലൂടെ വന്ന അതിലുള്ളതാ. അല്ല, ഇപ്പോൾ ഈസാ അലൈഹിസ്സലാം മുമ്പ് വന്നു എന്നുണ്ടല്ലോ, മൂസാ നബിയൊക്കെ മുമ്പ് വന്നു. നമ്മൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കണത്? ഖുർആനിൽ പറഞ്ഞത് കൊണ്ടാണ്. കാരണം അതാണ് കൃത്യമായ ചരിത്രം. അവരെപ്പറ്റി ഹദീസിൽ വന്നത് കൊണ്ടാ. അല്ലെങ്കിൽ മൂസാ നബിയിൽ നമുക്ക് വല്ല സനദും ഉണ്ടങ്ങട്ട്? ഒരു സനദുമില്ല. അതുകൊണ്ട് ലബീദ് ബിൻ ആസം എന്ന ആൾ ചരിത്രത്തിലില്ല എന്ന് പറഞ്ഞാൽ റസൂല് പറയാണ് ചരിത്രത്തിലുണ്ട്. മാത്രമല്ല, റസൂല് സീറ് ബാധിച്ചപ്പോൾ 2 മലക്കുകൾ വന്നു, ഒന്ന് ജിബ്രീലാണെന്ന് മീക്കായിലാണ്. മീക്കായിലും പറയുന്നു ലബീദ് ബിൻ ആസം എന്നൊരാളുണ്ട്. എന്നിട്ട് ഇപ്പം ജീവിക്കണ ഒരുത്തം പറയാം ലബീദ് ബിൻ ആസം ചരിത്രത്തിൽ തന്നെയല്ല. എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ ഹദീസ് നിഷേധികളെ കോലം. ഒരു പ്രമാണം ഓരോരുത്തുണ്ടാവില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മുജാഹിദുകൾ എന്ന് പറയുന്ന ആൾക്കാരെ കഥയപ്പം ഈ പറയണേ, അല്ലാത്ത പിന്നെ പറയുമ്പോണ്ടല്ലോ. പിന്നെ നോക്കിക്കോ, അതൊന്നും വിശദീകരിക്കാൻ എനിക്ക് നേരല്ല. പിന്നെയോ, ദർവാൻ എന്നൊരു കിണർ ചരിത്രത്തിലില്ല. ഭയങ്കര ചരിത്രകാരന്മാരവരൊക്കെ. ഏത് ചരിത്രം അവരൊക്കെ പഠിച്ച്? ദർവാൻ എന്നൊരു കിണർ ചരിത്രത്തിലില്ലത്രേ. ദർവാൻ കിണറ്റിലാണ് റസൂൽ തിരുമേനിയെ സീർ ചെയ്യാൻ ഉപയോഗിച്ച കാര്യം കൊണ്ടുപോയി ഇട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ പറയാം അങ്ങനെ കിണറിൻ്റെ ചരിത്രത്തില്ല. ഇപ്പോൾ അവിടെയൊക്കെ പോയി ചരിത്രം പഠിച്ച മാതിരിയുണ്ട് വർത്താനം കേട്ട. അങ്ങനെ ഒരു ചരിത്രമുണ്ടെന്ന് ജിബ്രീൽ പറയുന്നു, മീകായിൽ പറയുന്നു. അങ്ങനെ ഒരു കിണറുണ്ടെന്ന് റസൂല് പറയുന്നു, ആയിഷാ ബീവി പറയുന്നു, ബുഖാരി പറയുന്നു, മുസ്ലിം എന്ന് പറയുന്നു. ചരിത്രത്തിലെ കല്ലും നെല്ലും തിരിക്കാൻ 100% യോഗ്യതയുള്ള എന്താണോ അതിൽ മുഴുവനും ഇതുണ്ട്. ഒരുത്ത ഇപ്പം ജീവിക്കുന്ന ഒരാൾ പറയാം അങ്ങനെ ഒരു ചരിത്രം തന്നെ. ചരിത്രത്തിൽ കിണർ തന്നെയല്ല. ഒപ്പം പോയി നോക്കി കഴിഞ്ഞാൽ അവിടെ കിണർ കാണൂല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് അബൂജാലിൻ്റെ പെരപ്പ കാണുമോ? റസൂലിൻ്റെ പെരപ്പ കാണുമോ? അവിടെ ചെന്ന് നോക്കിയാൽ മഹാനായ യൂസുഫ് അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ടു. ഒരുത്തം വരെ ഞാനവിടെ പോയി നോക്കിയപ്പോൾ കിണർ കാണില്ല. എന്നാൽ യൂസുഫ് നബി ഇല്ല, കിണറ്റിലിട്ടില്ല, അറിയില്ല. അങ്ങനത്തെ ഒരു കിണറിൻ്റെ ചരിത്രത്തിലെ ഹദീസ് നിഷേധികരുടെ ന്യായങ്ങളെ പറ്റിയപ്പോൾ ഞാനീ പറയണം.
അപ്പം അങ്ങനെ നീട്ടിപ്പറയാൻ എനിക്ക് സമയമല്ല സാർ. ഒറ്റ കാര്യം കൂടി അതിനെപ്പറ്റി ഞാൻ പറയണം. എന്താണെന്നറിയോ, ഈ സംഭവത്തെപ്പറ്റി ഇയാൾ പറയാണ്, ഇമാം ബുഖാരി ഇത് 7 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരാളല്ലാത്തവർ മുഴുവനും കൂഫക്കാരാണ്. അതുകൊണ്ട് കൂഫക്കാർ ഷിയാക്കളോട് ചായവുള്ളവരാണ്. അതുകൊണ്ട് ഹദീസ് തള്ളണം എന്നാ പിന്നെ പറഞ്ഞത്. അപ്പം ഞാനൊന്ന് നോക്കി എൻ്റെ സനത്. ഫസ്റ്റ് ഹദീസ് തന്നെ കേട്ടുള്ളൂ, അതിൻ്റെ സനത് ഞാനാണ് പറഞ്ഞുതരാം. ഹദ്ദസന ഇബ്രാഹിം ഇബ്നു മൂസ. ആദ്യം തന്നെ ഒന്ന് ബുഖാരിയാണ്. ബുഖാരി കൂഫക്കാരനല്ല, നുണ പറയണേ. ഒരാളല്ലാത്തതൊക്കെ കൂഫക്കാരനാണ്. അപ്പം ഹിഷാമിനെ പറ്റി ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഹിഷാമിനെ പറ്റി ഞാൻ കുറച്ച് പറഞ്ഞു. അപ്പം ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താ, ഇവിടെ ബുഖാരി 7 സ്ഥലത്ത് നബിക്ക് സിഹിർ പറ്റി എന്ന ഹദീസ് കൊണ്ടുവന്നു. അതിൻ്റെ റിപ്പോർട്ടർമാരെ ഇയാൾ പരിശോധിച്ചപ്പം ഒരാൾ അല്ലാത്തത് മുഴുവനും കൂഫക്കാരാണ്. കൂഫക്കാരാണെങ്കിൽ ഷിയാക്കളോട് ചായവുള്ളവരുമാണ്. അതാ പറഞ്ഞു. അതുകൊണ്ട് സ്വീകരിക്കൂല. ഇവിടെ നമ്മൾ പറയാം കൂഫക്കാരാണ് ഹദീസ് സ്വീകരിക്കേണ്ടെന്ന് ആരെയും പറഞ്ഞേ? അങ്ങനെ ഉണ്ടോ എവിടെയെങ്കിലും? കൂഫക്കാരത്ത് നിന്ന് ഹദീസ് സ്വീകരിക്കേണ്ടെന്ന്. പിന്നെ ഇവർ ഷിയാക്കളോട് ചായവുണ്ടെന്ന് ആരെയും പറഞ്ഞു? ഈ റിപ്പോർട്ടർമാർക്ക് ആർക്കെങ്കിലും ഷിയാക്കളോട് ചായവുണ്ടോ? ആർക്കും ചായവില്ല. ഇനി അതുമല്ല, ഇതിലെ പച്ച നുണ, ഭയങ്കര കള്ളം നീർക്കോട്ടുകളി. ഒരാളല്ലാത്തവരൊക്കെ കൂഫക്കാരാന്ന് പറഞ്ഞപ്പോൾ സനത് നോക്കി. ഒരു സനത് ഫസ്റ്റിലെ ഹദീസ് ഒന്ന് ഹദ്ദസന ഇബ്രാഹിം എന്ന് ബുഖാരി പറയാം. അപ്പോൾ ബുഖാരി കൂഫക്കാരനല്ല, ഒരാൾ കൂഫക്കാരനല്ല. പിന്നെ ഇബ്രാഹിം ഇബ്നു മൂസ, അതാണ് ഈ ബുഖാരിൻ്റെ ഉസ്താദ്, മൂപ്പരും കൂഫക്കാരനല്ല. അപ്പോൾ ഇയാൾ വന്ന് നുണ പറയാം. എന്താ നുണ പറയാൻ കാരണം? നമുക്ക് ഇടയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ നേതാക്കളൊക്കെ തന്നെ ജിന്നും സീറും പറയണ്ടാറിട്ട് നടക്കരുത് കുറച്ചു കാലം. ജിന്നും സീറും പറയണ്ടാന്ന്. അപ്പം ഇവർക്ക് പേരിടാൻ നല്ലൊരു അവസരമാണ്. മോലേതായാലും പറയില്ല. ഔദ്യോഗിക ഗ്രൂപ്പ് ജിന്നും സീറും പറയാം. അപ്പം നമുക്ക് എന്ത് നുണയും പറഞ്ഞപ്പോൾ ചിലവാകും. അങ്ങനെ പച്ച നുണ പറയണം. പിന്നെ അഖ്ബർന ഈസബിൻ യൂനുസ് എന്നൊരു വ്യക്തി മാത്രമാണ് അതിൽ കൂഫക്കാരൻ. പിന്നെ ഹിഷാം കൂഫക്കാരനല്ല, അദ്ദേഹം മദീനക്കാരനാണ്. നബി, അദ്ദേഹത്തിൻ്റെ വാപ്പ ഉർവ കൂഫക്കാരനല്ല, അദ്ദേഹം മദീനക്കാരനാണ്. പിന്നെ ആയിഷ ബീവിയോ മദീനക്കാരിയാണ്, മക്കയിൽ ജനിച്ചു, പിന്നെ മദീനയ്ക്ക് പോയി. അപ്പം സത്യത്തിൽ ആകെ ഒരാൾ മാത്രമേ കൂഫക്കാരനുള്ളത്. നേരെ തിരിച്ച് ഒരാളല്ലാത്തവർ മുഴുവനും കൂഫക്കാരൻ. ഈ ജാതി നുണ പറഞ്ഞ് പറ്റിച്ചില്ലേ നമ്മളെ? ഈ ജാതി പച്ച നുണ പറയും ഹദീസിന് വന്നിട്ട്. അത് വിശ്വസിക്കാൻ നടക്കണ്ട. വിവരമില്ലാതെ ഓരോന്നിൻ്റെ പിന്നാലെ കൂടണ്ട. വലിയ അപകടം സംഭവിക്കും. മനസ്സിലായോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ. അല്ലെങ്കിൽ അവൻ്റെ വിധി എന്താണെന്ന് നിങ്ങൾ കേട്ടാൽ പേടിയാവും നമുക്ക്. നമ്മളെ ആൾക്കാർ പലരും ഹദീസുകൾക്കെതിരെ വളരെ മോശമായി സംസാരിച്ച് ശീലിച്ചിട്ട് ഹദീസുകൾക്കെതിരെ നിലകൊള്ളുന്നതിൻ്റെ വിധി പണ്ഡിതന്മാർ പറയുന്നതോ കേട്ടാൽ ഓൽക്ക് അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് അത്ഭുതം തോന്നും. പക്ഷേ നമുക്ക് രക്ഷപ്പെടണമല്ലോ, അതുകൊണ്ട് ഇത് കേട്ടേ മതിയാവും. അതിൻ്റെ വിധികൾ അറിഞ്ഞേ മതിയാവും. രക്ഷപ്പെടുന്നവർ ആരാങ്ങൾക്കറിയാം? 73 കക്ഷികൾ ഒന്നാ രക്ഷപ്പെടുക. അത് മാ അന അലൈഹിൽ യൗം വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊന്നിലൊന്നാണോ അങ്ങനെ ജീവിക്കുന്നവർ. സഹാബികളെ കഥ നമുക്കറിയാം. എന്താ റസൂല് പറഞ്ഞ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക. അത് ബുദ്ധി കൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ബുദ്ധിക്കെതിരാണെന്നാൽ അത് തള്ളുക, അത് സൈഡാക്കുക. അതിൻ്റെ വേറെന്താ താല്പര്യത്തിനെതിരാണ്, അതുകൊണ്ട് അത് പറയണ്ട. ആ ഹദീസ് പറഞ്ഞാൽ പിന്നെ ബിസിനസ്സിന് പ്രശ്നമാണ്, അതുകൊണ്ട് ആ ഹദീസ് മൂടിയേക്കുക. ഇങ്ങനെയപ്പോൾ ആൾക്കാർ വേറെ ചിലതെന്താ പറയുക? ഇപ്പോൾ പുതിയൊരു കാര്യം കണ്ടുപിടിച്ചാൽ എന്താ നിങ്ങൾ? ചില ഹദീസൊക്കെ നവോത്ഥാനത്തിനെതിരാണല്ലോ, അത് പുതിയതാണ്. മുമ്പൊക്കെ എങ്ങനെയല്ല. മുമ്പ് ബുദ്ധിക്കെതിരായ ഹദീസ് തള്ളുക, വിശ്വാസപരമായ ഹദീസ് തള്ളുക എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറയുന്നത് നവോത്ഥാനത്തിനെതിരാണ് ചില ഹദീസ് എന്നാണ്. അയിപ്പെട്ടതാണ് സിഹിർ ബാധിക്കും എന്ന് പറഞ്ഞാൽ അത് പിന്തിരിപ്പനായി. ബാധിക്കൂല എന്ന് പറഞ്ഞാൽ അവൻ അപ്പം പുരോഗതിയും കൂടിയും ഭയങ്കര നവോത്ഥാനായി. എങ്ങനെയാണ് ഈ നവോത്ഥാനം കൂടൽ? അതുപോലെ പിശാച് ബാധിക്കും എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പൻ അന്ധവിശ്വാസി. പിശാച് ബാധിക്കൂല എന്ന് പറഞ്ഞാൽ ഉടനെ നവോത്ഥാനം വീണ്ടും കൂടിയവന്. ഇതെങ്ങനെയാണ് ഈ നവോത്ഥാനം? അതുപോലെ ഇപ്പോൾ പിശാചിൻ്റെ വിഷയമൊക്കെ ഇപ്പോൾ വലിയ വിഷയമൊക്കെ നിങ്ങൾ പഠിക്കണം. വെറുതെ ആരെങ്കിലും പറയണത് കേൾക്കാൻ നടക്കണ്ട. ജിന്ന് സിഹിർ വിഷയം, അതുപോലെ പിശാച് ബാധ ഒഴിവാക്കൽ, ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത്തരം വിഷയങ്ങൾ ഖുർആനിലും ഹദീസിലും എന്താണുള്ളതെന്നാണ് പഠിച്ചു നോക്കാം. കേൾക്കണതിന് മുമ്പ് കളിയാക്കാൻ നടക്കണ്ട.
ഭയങ്കര പ്രശ്നം പോലെ വിധിയാണ് ഇപ്പോൾ ഈ പറയണത്. അങ്ങനെ കേൾക്കുന്നതിൻ്റെ മുമ്പ് പരിഹസിക്കുന്നവരുടെ വിധി പണ്ഡിതന്മാർ പറയാണ്. ആരാ പറയണത്? നവോത്ഥാന നായകന്മാരാ പറയണത്. ശരിക്കുള്ള നവോത്ഥാന നായകന്മാർ. അതിൽപ്പെട്ട ആളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹം നവോത്ഥാന നായകനാണ്, ആരും തർക്കിക്കൂലല്ലോ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നത് കേട്ടോളി. അദ്ദേഹത്തിനുണ്ട് ഒരാളുടെ ഇസ്ലാമിനെ തകർക്കുന്ന 10 കാര്യങ്ങൾ. ഒരാളുടെ ഇസ്ലാമിനെ തകർക്കുന്ന 10 കാര്യങ്ങൾ എന്ന് പറയും. മുസ്ലിമാചാരിച്ച് നടക്കുവാൻ്റെ ഇസ്ലാം തകർന്നിട്ടുണ്ടാകും. അങ്ങനെ തകർക്കപ്പെട്ട ഇസ്ലാമുമായി നടക്കുന്ന കുറേ ആൾക്കാർ ഈ ലോകത്തുണ്ട്. അപ്പം എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന ആൾക്കാരോട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് നമുക്ക് രക്ഷ വേണോ, മനസ്സ് മാറ്റിയേ പറ്റൂ. തീരുമാനിക്കണം നമ്മൾ. ഏതൊരു വിഷയം കേൾക്കുമ്പോഴും ഖുർആനിലും ഹദീസിലും എന്താണ്, അതിനെ പൂർവികർ എങ്ങനെ കണ്ടു, എങ്ങനെ അവർ വ്യാഖ്യാനിച്ചു എന്ന് നോക്കാതെ ഇപ്പം ജീവിക്കണം. ഓരോരുത്തർ ഓരോന്ന് പറയണതിന് പിന്നാലെ പോയിട്ട് നമ്മളിപ്പോൾ എന്താ കാട്ടുക. ചില ആൾക്കാർക്ക് പോലെ ദുനിയാവിനെ പറ്റിയൊക്കെ നല്ലോണം നേരമുണ്ട് ചിന്തിക്കാനും പഠിക്കാനും. മറ്റേ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പോകല്ലേ, ഇപ്പോൾ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് പോകല്ലേ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇപ്പം ഞാനില്ല. ഞങ്ങളുടെ നാട്ടിലൊരാൾ പറഞ്ഞാൽ ഞങ്ങൾ കുറേ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഒക്കെ റെഡി ആയിട്ട് പറഞ്ഞു. ഈ പള്ളി ഇനിയിപ്പോൾ ഒരു അമ്പലമായ തന്നെ ഞാൻ ഇപ്പോൾ അതിലേക്കാണ്, ഞാൻ മാറി ചിന്തിക്കാറില്ല ഇവർ പറയാം. ഈ ജാതി കുറേ മുജാഹിദീങ്ങളെ കൂട്ടത്തിലും തഖ്ലീദിൻ്റെ മരങ്ങളുണ്ടെന്ന് ഞാൻ പറയണം. ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. ഖുർആനിലും ഹദീസിലും എന്തുണ്ട് അത് സ്വീകരിക്കാതെ മറ്റേ നേതാവ് ഇങ്ങനെ പറഞ്ഞു, ഈ നേതാവ് അങ്ങനെ പറഞ്ഞു, ഓൽക്ക് തെറ്റുപറ്റുമോ ചോദിച്ച് നടന്ന ലോക വിഡ്ഢികളുടെ കൂട്ടത്തിൽ ഒരു പെടുള്ളൂ. നമ്മൾക്ക് തറക്തുഫീക്കും അമ്രി 2 കാര്യം ഇവിടെ വിട്ടുപോയി. അത് ഖുർആനും ഹദീസുമാണ്. അത് മുറുക്കി പിടിച്ചാൽ എന്താവില്ല, വഴിപഴക്കൂല. മുറുക്കി പിടിക്കാൻ അയവ് പറ്റൂല എന്ന് പറഞ്ഞത്. ചില ആൾക്കാർക്ക് അയവാണ് പലതിനും. മുറുക്കി പിടിക്കണം എന്നാണ് റസൂൽ തിരുമേനി പറഞ്ഞ. വലയ പിന്നവായ ഒന്നുകൂടി പറഞ്ഞ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ച് പിടിക്കണം എന്നാണ്. ഖുർആനും ഹദീസും കടിച്ച് പിടിക്കുക. അതിനാരൊക്കെ പിന്തിരിപ്പനെന്ന് പറഞ്ഞാലും, അതിനെതിരെ ആരൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞാലും, എന്ത് പറഞ്ഞാലും അവിടെ നിൽക്കുക. ഖുർആനിലും ഹദീസുള്ള അവിടെ നിൽക്കുക. അവസാന വിജയം അമ്മയ്ക്കേ ഉണ്ടാവുള്ളൂ. തൽക്കാലമൊക്കെ പലതും ആൾക്കാർ എന്തൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അന്തിമ വിജയം ഹക്കിൽ ആര് നിൽക്കുന്നു ഓൽക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ തകർക്കാൻ എന്ത് പണി ചെയ്തിട്ടും കാര്യമല്ല, സത്യമേ വിജയിക്കുള്ളൂ. ആ വിശ്വാസം നമുക്ക് 100% വേണം. അതുകൊണ്ട് ഹദീസുകളെ പരിഹസിക്കുന്നവർ ഒറ്റ ഹദീസിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കുറേ ഉണ്ട്. അത്തരം ആൾക്കാർ മനസ്സിലാക്കണം. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയാണ്, ഒരാളുടെ ഇസ്ലാമിനെ തകർക്കുന്ന 10 കാര്യങ്ങൾ, അതിൽ 5ഉം 6ഉം എന്താണെന്നറിയോ? മൻ അബ്ഗള ശൈഅൻ മിൻ ദീനിർ റസൂൽ, റസൂൽ കൊണ്ടുവന്ന ഏതെങ്കിലും ഒന്നിനെ ഒരാൾ വെറുത്തു കഴിഞ്ഞാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി മാറി. അത് നവോത്ഥാനം മറ്റേന്ന് പറഞ്ഞിട്ട് ഹദീസ് നിഷേധിക്കാൻ പോണ്ട. ഇപ്പം വിധി പറഞ്ഞ മാലിയ ഫീൽ കഫറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഏതെങ്കിലും ഒന്നിനെ ഒരാൾ വെറുത്തു കഴിഞ്ഞാൽ അവൻ കാഫിറായി മാറും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹം അതിന് ആയത്ത് കൊടുത്തു. ദാലിക ബിഅന്നഹും കരിഹൂ മാ അൻസലല്ലാഹ്, എന്തുകൊണ്ടാണത്? അള്ളാഹ് ഇറക്കിയതിനെ അവർ വെറുത്തു. അതുകൊണ്ട് ഫഹബത അഅമാലഹും, അവരുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയി. എത്ര അമലുകൾ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് നല്ല അമലുകൾ ചെയ്യുക, അത് പിടിച്ചു വെക്കാൻ കൂടി പഠിക്കണം. അമലുകൾ ചെയ്യുക, വേറൊരു ഭാഗത്ത് ഹദീസിനെ പരിഹസിക്കുക, ഒരു കാര്യമില്ല. ഒരു എന്ത് ജീവകാരുണ്യ പ്രവർത്തനം, മറ്റേ പ്രവർത്തനം, ആ ബിൽഡിംഗ് ഉണ്ടാക്കി, ഈ കെട്ടിടം ഉണ്ടാക്കി. നമ്മളുണ്ടാക്കുന്ന കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളൊക്കെ റസൂലിൻ്റെ ഹദീസിൻ്റെ അംശത്തിനില്ല. അതൊന്നും അത് മനസ്സിലാക്കണം. നമ്മളുണ്ടാക്കുന്ന കെട്ടിടങ്ങളും ബിൽഡിങ്ങും ഗുണകരമാകണമെങ്കിൽ ഈ കാര്യം അടിസ്ഥാനപരമായി നമുക്ക് വേണം എന്നാ പറയുന്നത്. എന്നാ റസൂൽ പറഞ്ഞ ചിലത് വെറുക്കുന്നില്ല ആൾക്കാർ. വെറുത്താൽ ഒരു രക്ഷയില്ല, കുടുങ്ങിയിട്ട് സമ്മതിക്കണ്ട എന്നാ, ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ട് സമ്മതിക്കണം എന്നാ. ഫലാവ റബ്ബിക, നിന്റെ റബ്ബാണ് സത്യം. ലാ യുമിനൂൻ, അവർ വിശ്വാസികളാവുന്ന പ്രശ്നം തന്നെ ഇല്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, പിന്നെ താങ്കൾ വിധിച്ചതിൽ അവരുടെ മനസ്സിൽ പോലും അവർക്ക് ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീം, അവർ ആയുധം വെച്ച് കീഴടങ്ങണം. ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞു ഹദീസ് ഞാൻ അംഗീകരിക്കല്ല, എന്താ ചെയ്യുക, രക്ഷല്ല എന്നാ പറഞ്ഞ്. ഫലാവ റബ്ബിക്ക്, എത്ര ആണയിട്ടാ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് മാറ്റിയേ പറ്റൂ നമ്മുടെ വീക്ഷണങ്ങൾ. അള്ളാഹുവാണ് നിന്റെ റബ്ബാണ് സത്യം, വിശ്വാസികളാവുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല.
ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ. എന്നിട്ട് ആ തീരുമാനം പൂർണ്ണ തൃപ്തിയോടെ ഇഷ്ടത്തോടെ സ്വീകരിക്കണം, അല്ലാതെ കുടുങ്ങിയിട്ടല്ല സ്വീകരിക്കേണ്ടത് എന്നാ പിന്നെ പറയുന്നത്. ഈ ആയത്തൊക്കെ എന്താ മുജാഹിദുകളുടെ മനസ്സിലേക്ക് കയറാത്തത്? അവരിപ്പോഴും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങൾ അന്ധവിശ്വാസങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഇത് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് താങ്കൾ മനസ്സിലാക്കണം, ഏത് നമുക്കൊക്കെ പരലോകത്തിൽ നരകം സഹിക്കാൻ കഴിയും നമുക്ക്. അതുകൊണ്ട് നന്നായി ചിന്തിക്കണം. അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കിടയിലൊക്കെ ഉണ്ടോ നന്നായി നിങ്ങൾ ആലോചിക്കണം. ഇപ്പം ജിന്നും സിഹറും പിശാചുബാധയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, അതിലുള്ളതെല്ലാം നവോത്ഥാനത്തിനെതിരാണെന്നും അന്ധവിശ്വാസങ്ങളാണെന്നും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും റോട്ടിലിറങ്ങി കളിയാക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇന്ന് വ്യാപകമായിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അപകടമാണ് കാര്യം, വലിയ അപകടമാണ്. ഇനി അടുത്ത് കേട്ടോളിട്ടോ, ഒരാൾ ഇസ്ലാമിന് തകർക്കുന്ന 6ാമത്തെ കാര്യം നവോത്ഥാന നായകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരാൾ പരിഹസിച്ചാൽ കഫറാൻ, കാഫിറായി. ദീനൊക്കെ കളിയാക്കണ്ടാന്ന്, ദീനിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ കളിയാക്കി റസൂൽ കൊണ്ടുവന്ന സ്വഹിയായ ഹദീസിനെ പരിഹസിച്ചാൽ കളിയാക്കുന്നവരില്ലേ കൂട്ടത്തിൽ? ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങളെ പരിഹസിക്കുന്നവരില്ലേ? അന്ത്യദൂതൻ താടി വെക്കണം എന്ന് പറഞ്ഞ് താടിനെ കളിയാക്കുന്നവരില്ലേ? ഇല്ലേ? നിങ്ങൾ പറ, അതിൻ്റെ വിധി എന്താണ്? ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതാണ്. എന്നിട്ട് ഇതിന് ആയത്തോതി കൊൽ പറയുക പ്രവാചകരെ, അബില്ല അള്ളാഹുവിനെയാണോ, വായാത്തി അവൻ്റെ ആയത്തുകളെയാണോ, റസൂലി അവൻ്റെ റസൂലിനെയാണോ കുൻതും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറു, നിങ്ങൾ ഇനി യാതൊരു ഒഴിവ് കഴിവും പറയണ്ട. ഫഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറായി മാറിയിരിക്കുന്നു. അപ്പം എങ്ങനെ ആയത്തുകൾക്കും ഹദീസുകൾക്കും കൊടുക്കേണ്ട സ്ഥാനം എന്ന് നവോത്ഥാന നായകന്മാർ പറഞ്ഞുതരാം. അവരെ കൈക്ക് നവോത്ഥാനം ഉണ്ടാവുള്ളൂ, അല്ലാത്തവരെ കൈക്ക് ഇത് ഉണ്ടാകുന്ന വിചാരിക്കണ്ട, ഒരിക്കലും ഉണ്ടാവില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ അദ്ദേഹം നവോത്ഥാന നായകനായിരുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്തുകൊണ്ട് നവോത്ഥാന നായകനായി? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളെക്കാളും അവർക്ക് പ്രിയമായി മാറി, ഇഷ്ടമുള്ളതായി മാറി. അവരുടെ കൈക്കേ നവോത്ഥാനം സംഭവിക്കുള്ളൂ. അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഏത് റസൂലിൻ്റെ ഹദീസിനെതിരെ വരുന്നതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഒരു വലിയ പുസ്തകം തന്നെ അദ്ദേഹത്തിനുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിങ്ങൾ ഹദീസുകൾക്കെതിരെ വന്നാൽ അവർക്ക് പരലോകത്ത് കിട്ടുന്നത് മാത്രമല്ല, ഈ ദുനിയാവും ചിലപ്പോൾ നല്ല ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളല്ലാത്തവരുടെ ഒരു കഥ പോലും അദ്ദേഹം പറയണം. മുസ്ലിങ്ങളതൊന്നും ഞാൻ പറയില്ല, മുസ്ലിങ്ങളല്ലാത്തവർ അദ്ദേഹം പറയാ, വഖദ് കതബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഖിസ്റ വ കൈസർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റക്കും കൈസറിനും കത്തെഴുതി. വകിലാഹുമാലം മുസ്ലിം, രണ്ടുപേരും മുസ്ലിം ആയിരുന്നില്ല. രണ്ടു കൂട്ടരും മുസ്ലിം അല്ലല്ലോ. കിസ്റ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ പേർഷ്യൻ രാജാവാണ്, കൈസറോ റോമൻ അധിപതിയാണ്. രണ്ടാൾക്കും റസൂൽ കത്തെഴുതാണ്. പക്ഷേ റോമിൻ്റെ ഭരണാധികാരി റസൂലിൻ്റെ കത്തിനെ ആദരിച്ചു, ബഹുമാനിച്ചു. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ പറയാണ്, അതുകൊണ്ട് ഫസബത്ത മുൽക്കു, അയാളുടെ ആധിപത്യം നിലനിൽക്കുന്നു. വയുക്കാൽ, ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, ഇന്നൽ മുൽക ബാഖിൻ ഫി ദുരിയത്തി ഇലൽ യൗം, അയാളുടെ സന്തതികളിൽ ആ ആധിപത്യം ഇന്നും നിലനിൽക്കുന്നു. ആ മുസ്ലിങ്ങൾ റസൂലിനെ ആദരിച്ചപ്പോൾ പിന്നെ മുസ്ലിങ്ങളെ ആണെന്ന് പറയണ മുനാഫികളെ കഥ പറയണ്ടല്ലോ. ഇത് ആ മുസ്ലിങ്ങളെ കാര്യം. ഇത് റോമൻ ഭരണാധികാരി റസൂലിൻ്റെ കത്ത് ആദരിച്ചു, ബഹുമാനിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആധിപത്യം ഇന്നും റോമാ സാമ്രാജ്യം നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം പറയാണ്. എന്നാ പേർഷ്യൻ രാജാവ് കിസ്റയോ മസ്സഖ കിതാബ് റസൂലില്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കിതാബിനെ പിച്ചു ചീന്തി, നിസ്സാരാക്കണം. റസൂലിൻ്റെ എഴുത്തിനെ നിസ്സാരമാക്കി കീറിയിട്ടു. അപ്പോൾ റസൂലിൻ്റെ ഒരു പ്രാർത്ഥന, മസ്സഖല്ലാഹു മുൽഖഹു, അവൻ്റെ ആധിപത്യം അള്ളാഹു നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആഭ്യന്തര പ്രശ്നം ഉണ്ടായി, അയാളെ സ്വന്തം ആൾക്കാർ കൊന്നു കളഞ്ഞു. പിന്നെന്ത് കിസ്റമാർക്ക് ഒരു തുടർച്ചയില്ലെന്നാണ് പറയണം. കിസ്റമാർ, പേർഷ്യൻ സാമ്രാജ്യം, പണ്ടത്തെ കിസ്റമാർ പിന്നെ ഉണ്ടായിട്ടെന്നല്ല, ആ മുസ്ലിങ്ങളെ കഥയാണ് പറയണം. എന്നിട്ട് അദ്ദേഹം പറയാം, വഹാദാ തഹ്ഖീഖ് ലിഖൗലിഹി തആല, ഇത് അല്ലാഹ് പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യമാണ്.
ഇന്ന ഷാനിയക ഹുവൽ അബ്തർ എന്ന് പറഞ്ഞല്ലോ. പ്രവാചകരെ താങ്കൾ ആക്ഷേപിക്കുന്നവരാണ് വാലറ്റവർ, അവർക്കൊരു അഡ്രസ്സും ഉണ്ടാവില്ല. മുസ്ലിങ്ങളെ കഥ ഇനി പറയണോ? ഒറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം. മുസ്ലിങ്ങളുടെ കഥ. അഹമ്മദ് ബിൻ ഹംബലിനെ പീഡിപ്പിച്ചില്ലേ? ഒരു നവോത്ഥാന നായകനാണ് അഹമ്മദ് ബിൻ ഹംബൽ. അഹമ്മദ് ബിൻ ഹംബൽ നവോത്ഥാന നായകനാണല്ലോ, തർക്കമല്ലല്ലോ. ഇമാം അഹ്ലി സുന്ന വൽ ജമാഅ എന്നാ പറയണം. എന്നാൽ അദ്ദേഹം ഖുർആനിലും ഹദീസിലും എന്ത് വന്നോ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്ന ആൾ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തോട് വന്ന് പറയാം, ബാപ്പാനെ വിളിച്ചു പറയണം. എന്താ പറഞ്ഞത്? റസൂല് പറഞ്ഞല്ലോ റമളാൻ മാസത്തിൽ പിശാചുക്കളെ ചങ്കലക്കിടുന്നു. എന്നിട്ട് റമളാൻ മാസത്തിൽ ചില ആൾക്കാർ ശൈത്താൻ കയറിയിട്ട് വീഴുണ്ടല്ലോ, അതെന്താ എതിരല്ലേ? ശരിക്കും അതിന് മറുപടി കൊടുക്കാനൊക്കെ കഴിയും. എന്നിട്ട് പോലും ഇമാം അഹമ്മദ് പറഞ്ഞെന്താണെന്നറിയോ? മോനെ ഈ ജായി ചോദ്യം ചോദിക്കേണ്ട, റസൂല് പറഞ്ഞത് അതാണ് അംഗീകരിച്ചടാന്ന്, വേറെ വർത്താനല്ല. എന്താ റമളാനിൽ പിശാചുക്കളെ പ്രശ്നക്കാരെയൊക്കെ ബന്ധിക്കുന്നതാണ്, എല്ലാ പിശാചുക്കളെയും ബന്ധിക്കുന്നു പറഞ്ഞിട്ടില്ല. അതിനൊക്കെ മറുപടി ഉണ്ടായിട്ട് പോലും ഹദീസ് 2 സഹിയായി വന്ന് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല നിങ്ങൾ പറയാൻ തന്നെ പോകണ്ട. അത്രയേറെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ ഇഷ്ടപ്പെട്ടവരായി ഇവരൊക്കെ. അതുകൊണ്ടാണ് ഇവർ ഇമാം അഹ്ലി സുന്ന വൽ ജമാഅ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ നിലപാടിൽ അദ്ദേഹം നിലനിന്നതുകൊണ്ട് അദ്ദേഹത്തെ ഭയങ്കര മർദ്ദനം അഹമ്മദ് ബിൻ ഹംബൽ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഹമ്മദ് ബിൻ ഹംബലിനെ മർദ്ദിച്ചു, ജയിലിലടച്ചു. അദ്ദേഹം അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിലെ കൂടെയുള്ളവരെയൊക്കെ ഇവർ മർദ്ദിച്ചു, ജോലി കളഞ്ഞു. വല്ലാത്ത പീഡനം, കുറേ കാലം മർദ്ദിച്ചു. അവസാനം ഒറ്റപ്പെടുക, 4 ആൾക്കാർ മാത്രമായി. അവസാനം അതിൽ 2 ആൾ വീണ്ടും കൂറുമാറി, സഹിക്കാൻ കഴിയായിട്ട്. പിന്നെ 2 ആൾ മാത്രം സത്യത്തിൽ ഉറച്ചെന്ന്, ബാക്കിയൊക്കെ മനസ്സങ്ങോട്ട് ഉണ്ടാവും. എന്നാലും ഇങ്ങനെ അധികാരം എവിടെയാണോ അവിടെ അങ്ങനെ നിൽക്കണ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അധികാരത്തെ ചുറ്റിപ്പറ്റി, സൗകര്യങ്ങൾ അവിടെ, സ്ഥാപനങ്ങൾ എവിടെയാണ് അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി സത്യത്തെ സൈഡാക്കുന്ന കുറേ ആൾക്കാർ. എന്നാൽ ഈ കാലത്ത് വലിയൊരു പ്രതിസന്ധി വന്നുപോയി. ആ നേരം ഭരണാധികാരികളെ സ്വാധീനിക്കുകയും എന്നിട്ട് അഹ്ലു സുന്നയിലെ പണ്ഡിതന്മാരെ മർദ്ദിക്കുകയും ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആളാരെന്നറിയോ? ഇബ്നു അബീ ദുആദ് എന്ന ആളായിരുന്നു. അയാളെന്ത് ചെയ്തു? ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയാത്തവരെയൊക്കെ ശിക്ഷിക്കാം, ജയിലിലടക്കാം എന്നൊക്കെ പറഞ്ഞു, ഫത്വ കൊടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെ ജയിലിലടച്ചു, സ്വത്ത് കണ്ടുകെട്ടി. അങ്ങനെ ഭരണാധികാരികളെ സ്വാധീനിച്ച് ഈ അഹ്ലു സുന്നൻ്റെ ആൾക്കാരെ മർദ്ദിക്കുക. ആ പണിയാണ് ഇബ്നു അബീ ദുആദ് ചെയ്തത്. അവസാനം അയാളുടെ അന്ത്യം വളരെ മോശമായിരുന്നു എന്നാണ് പറയണത്. ദുനിയാവും തന്നെ ശിക്ഷ, പരലോകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു കുഫറിൻ്റെ ഫത്വ പണ്ഡിതന്മാർ പറയണേ. ദുനിയാവും തന്നെ ശിക്ഷ. അയാൾ അവസാന കാലം 5-6 കൊല്ലം വളരെ മോശമായൊരു രോഗം, അയാളുടെ സ്വത്ത് മുഴുവനും കണ്ടുകെട്ടി. അതുപോലെ അവിഹിതമായി മകനും കുറേ സ്വത്ത് സമ്പാദിച്ചിരുന്നു. ആ സ്വത്തൊക്കെ ഭരണകൂടം കണ്ടുകെട്ടി. ഒന്നുമില്ലാതെ വളരെ ദാരുണമായ ദുരന്തപൂർണമായ അന്ത്യമാണ് അയാൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മൾ ആലോചിക്കണം, നമ്മളെ പേര് തന്നെ അഹ്ലു സുന്ന വൽ ജമാഅ എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഹദീസിൻ്റെ ആൾക്കാർ അതിൽ സംഘടിച്ചവർ. എന്നാൽ പിന്നെ അനൈക്യം ഉണ്ടാവില്ല. ഇപ്പം നടക്കണ അനൈക്യം മുഴുവനും ദുർവ്യാഖ്യാനം കൊണ്ടാണ്. ഹദീസുകളെ പ്രത്യേകിച്ച് സമ്മതിക്കുന്നില്ല ആൾക്കാർ. അതിന് ഓരോ ഞൊണ്ടിന്യായങ്ങൾ പറഞ്ഞ ഹദീസുകൾക്കെതിരെ രംഗത്ത് വരാൻ. എന്നാൽ നമ്മുടെ പേര് അഹ്ലുൽ ഹദീസ് എന്നാണ്, ഹദീസിൻ്റെ ആൾക്കാർ എന്നാണ്. മനസ്സിലായോ? ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. പ്രശ്നം തീർക്കാൻ റസൂൽ പറഞ്ഞെന്താ? ഫഅലൈക്കും ബി സുന്നത്തി, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാർ റാഷിദീൻ, ഖുലഫാ റാഷിദുകളുടെ സുന്നത്ത്. അവരുടെ സുന്നത്ത് എന്നാണ് റസൂലിൻ്റെ സുന്നത്തല്ലാത്ത വേറെ വല്ലവർക്കുണ്ടാവും. വഅളു അലൈഹാ ബിന്നവാജിദ്, അതുകൊണ്ട് അത് നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക. ഒരു കവി ഇതിനെപ്പറ്റി പറഞ്ഞു നോക്കി, അഹ്ലുൽ ഹദീസി ഹുമു അഹ്ലുൻ നബിയ്യി വ ഇല്ലം യസ്ഹബു നഫ്സഹു. ആരാണ് അഹ്ലുൽ ഹദീസ് എന്ന് പറയാൻ? അവരാണ് നബിയുടെ ആൾക്കാർ. റസൂലിൻ്റെ ഹദീസ് ചോദ്യം ചെയ്യാൻ സ്വീകരിക്കണമല്ലേ നബിൻ്റെ ആൾക്കാർ. അവരല്ലേ നബിനെ ഇഷ്ടപ്പെടുന്നവർ. അല്ലാത്തൊരു നുണ പറഞ്ഞ് നടക്കും. അവർക്ക് റസൂലിനോട് ഇഷ്ടമല്ല. അവർ ചിലത് അംഗീകരിക്കണോണ്ട് റസൂലിനോട് ഇഷ്ടമല്ല. ഇപ്പോൾ മഹാത്മാഗാന്ധി ഉണ്ടല്ലെങ്കിൽ ചിലതൊക്കെ ഇഷ്ടപ്പെടും. മഹാനായ നബി പറഞ്ഞിരിക്കുന്നു എന്നറിയും. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറച്ച് തിന്നുന്നവൻ മുസ്ലിം അല്ല എന്ന് മുസ്ലിങ്ങളല്ലേ പറയാം, അല്ലാത്തവരും പറയും. അവർക്ക് ഭയങ്കര ഇഷ്ടം ഹദീസിനോട്. അങ്ങനെ ചിലത് നമ്മുടെ ബുദ്ധിക്ക് പറ്റണത് എടുക്കുകയും അല്ലാത്തത് തള്ളുകയും ചെയ്യുന്ന പണി മുസ്ലിങ്ങളുടേതല്ല. അത് ആ മുസ്ലിങ്ങളും ചെയ്യും. മുസ്ലിങ്ങൾ നബിയിൽ നിന്ന് വന്നത് മുഴുവനും സ്വീകരിക്കണം. ഇഷ്ടപ്പെട്ട് സ്നേഹിക്കണം. ഇനിയോ വൈലം യസ്ഹബു നഫ്സു, നബിൻ്റെ പിന്നാലെ അവർ സഹാബികളായി കൂടിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട്
നമുക്ക് ഈ കൂടലൊക്കെ ഒരു ഉപകാരപ്രദമാണ്. ഒരു തീരുമാനം എടുത്ത് പോകണം. ഹദീസുകൾക്കെതിരെ രംഗത്ത് വന്ന ഒരുപാട് ആൾക്കാർ മുസ്ലിങ്ങൾക്കിടയിലും മുജാഹിദുകൾക്കിടയിലും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു സത്യം. വെറുതെ വാശിക്ക് വേണ്ടി കക്ഷി ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഹദീസിനെതിരെ സമീപിച്ചാൽ നമ്മൾ രക്ഷപ്പെടൂല. ഇമാം മാലിക് പറഞ്ഞില്ലേ, ആ സുന്നത്തു സഫീനത്തു നൂഹ്, സുന്നത്ത് ഹദീസ് എന്ന് പറഞ്ഞാൽ നൂഹ്നബിൻ്റെ കപ്പലാണ്. നൂഹ്നബിൻ്റെ കപ്പലാണത്. അതിൽ കയറിയോ രക്ഷപ്പെട്ടു, അല്ലാത്തവരൊക്കെ മുങ്ങി നശിച്ചു. അപ്പോൾ നമ്മളെ നരകവും സ്വർഗവും തീരുമാനിക്കുന്ന ഈ പ്രമാണങ്ങളെന്ന് പറഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. അങ്ങനെയുള്ള ഓരോ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്.